മഹാഭാരത സത്രം മഹാഭാരതം പോലെ തന്നെ വളരെ വിശാലമായിരിക്കുന്നു. ഒരു ഭാഗത്ത് അഗ്നികുണ്ഡത്തിൽ ധാരാളം ഹോമദ്രവ്യങ്ങളും നെയ്യും നാളികേരവും എള്ളും എല്ലാം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വിമർശിക്കുന്ന ആളുകൾ ചോദിക്കാറുണ്ട്, 1 കിലോ നെയ്യുടെ വില എത്രയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇത്രയും നെയ്യ് കൊണ്ടുപോയിട്ട്, ഇത്രയും നാളികേരം കൊണ്ടുപോയിട്ട്, ഇത്രയും ഔഷധങ്ങൾ കൊണ്ടുപോയിട്ട് ഈ അഗ്നിക്ക് കൊടുത്തിട്ട് എന്താ കാര്യം, ഇതുകൊണ്ട് നിങ്ങൾക്ക് സേവനങ്ങൾ നടത്തിക്കൂടെ എന്നൊക്കെ ഹിന്ദുക്കളോട് ചോദിക്കുമ്പോൾ, ലോകത്തിൽ എടുക്കാൻ മാത്രമല്ല കൊടുക്കാനാണ് കൂടുതൽ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞവരാണ് നമ്മൾ ഹിന്ദുക്കൾ. അതുകൊണ്ടാണ് ജനീവയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ലോക പരിസ്ഥിതി സമ്മേളനം നടക്കുകയാണ്. പ്ലാസ്റ്റിക്കുകൾ കുന്നുകൂടുന്നു, മലകൾ ഇല്ലാതാകുന്നു, പുഴകൾ മലിനമാകുന്നു, എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ പലരും പല വഴികൾ പറഞ്ഞു. ഈ സമയത്ത് ജർമ്മനിയിലെ ഒരു ശാസ്ത്രകാരൻ, ഒരു പരിസ്ഥിതി ശാസ്ത്രകാരൻ പറഞ്ഞു, ഭാരതത്തിന്റെ കയ്യിൽ ഒരു ഒറ്റ ഫോർമുലയുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഈ ഭാരതീയര് ഭൂമിയെ തൊട്ട് വന്ദിക്കുമ്പോൾ ഒരു ശ്ലോകം ചൊല്ലാറുണ്ട്. അതിങ്ങനെയാണ്: സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഒരു 10 സെക്കൻഡേ അവരെടുക്കാറുള്ളൂ. ഭൂമിയെ തൊട്ടൊന്ന് വന്ദിച്ച് ഭൂമിയിൽ ചവിട്ടുന്നതിന് മുമ്പ് ഭൂമിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ പറയുകയാണ്, സമുദ്രത്തെ വസ്ത്രമാക്കിയവളെ, പർവ്വതങ്ങളെ സ്ഥനമായി ധരിച്ചവളെ, വിഷ്ണുവിന്റെ പത്നിയായ ഭൂമി ദേവി, നിനക്കെന്റെ നമസ്കാരം. അമ്മേ, എന്റെ പാദസ്പർശം ക്ഷമിച്ചാലും. ഭൂമിയിൽ ചവിട്ടാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭൂമിയിൽ ചവിട്ടുന്നതിന് മുമ്പ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ട് ജീവിതം തുടങ്ങുന്നവന് ഒരിക്കലും ഭൂമിയെ നശിപ്പിക്കുവാൻ കഴിയില്ല, ഒരിക്കലും പുഴകളെ മലിനമാക്കുവാൻ കഴിയില്ല, ഒരിക്കലും മലകളെ ഇല്ലാതാക്കുവാൻ കഴിയില്ല. കാരണം മലകൾ അമ്മയുടെ സ്ഥനങ്ങളാണ്, നദികൾ, സാഗരങ്ങൾ അമ്മയുടെ വസ്ത്രങ്ങളാണ്. ആ അമ്മയെ ഒരിക്കലും എനിക്ക് നശിപ്പിക്കുവാൻ കഴിയില്ലെന്ന ഭാവം രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിക്കുമ്പോൾ നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ധാരാളം അമ്മമാരുണ്ട്. അതിലൊരമ്മയാണ് നമ്മളെ പ്രസവിച്ചത്. മറ്റൊരമ്മയാണ് ജനനി ജന്മഭൂമി സ്വർഗാദപി ഗരീയസി. ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് പറയുമ്പോൾ നമ്മളെ പോറ്റുന്ന ഈ ഭാരതമാതാവ്, വെള്ളം കിട്ടാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഹിന്ദുക്കൾ അമ്മയായി കണ്ടു. കടലിനെ കടലമ്മ എന്ന് വിളിച്ചു, ഗംഗയെ ഗംഗാ മാതാവ് എന്ന് വിളിച്ചു. നാം ജനിച്ചതും ജീവിക്കുന്നതും മരിച്ചാൽ ചേരുന്നതും ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണിനെ മാതാഭൂമി പുത്രോഹം പൃഥിവ്യ, ഈ മണ്ണിന്റെ അമ്മയാണ് ഞാൻ, ഈ മണ്ണിന്റെ മകനാണ് എന്ന് പഠിപ്പിച്ചു. ഇനി വിവാദമായൊരു പശുവുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പശു പരിപാലകൻ ആരാണ്? നമ്മുടെ ഗോശാല കൃഷ്ണനാണ്. ഭഗവാന്റെ പേര് തന്നെ ഗോപാലൻ എന്നാണ്. ഗോക്കളെ പരിപാലിച്ചൊരു രാഷ്ട്ര സംവിധാനത്തെ കെട്ടിപ്പടുത്ത ഭഗവാന്റെ ജ്യേഷ്ഠന്റെ പേര് ബലരാമൻ എന്നായിരുന്നു. ആ ബലരാമന്റെ ആയുധം കലപ്പയായിരുന്നു. കൃഷിയും ഗോരക്ഷാ വാണിജ്യത്തിലൂടെ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുവാൻ ഭഗവാന്റെ 8ാമത്തെ അവതാരം, വിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമായിട്ട് നാം ബലരാമനെ സങ്കല്പിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ 9ാമത്തെ അവതാരമായ ഭഗവാന്റെ പര്യായം തന്നെ ഗോപാലൻ, ഗോക്കളെ പരിപാലിച്ചവൻ എന്നാകുന്നു. അതുകൊണ്ട് പ്രകൃതിക്ക് തിരിച്ചെന്തു കൊടുക്കാം എന്ന മഹാസങ്കല്പത്തിൽ നിന്നാണ് യജ്ഞങ്ങൾ ഉണ്ടാകുന്നത്. ആ യജ്ഞത്തിലേക്ക് സമർപ്പിക്കുന്ന ഓരോ ഹവിസ്സും ഇതെന്റേതല്ലെന്ന ഭാവത്തോടുകൂടി പ്രകൃതിക്കായി തിരിച്ചു കൊടുക്കുന്നു. ഈ യജ്ഞകുണ്ഡത്തിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു പീസ് ഇട്ടാൽ പിന്നീട് നമുക്ക് ആർക്കും ഇവിടെ ഇരിക്കാൻ കഴിയില്ല. അല്പം പെട്രോൾ ഒഴിച്ചാൽ അതിൻ്റെ രൂക്ഷമായ ഗന്ധം നമുക്ക് ഒരിക്കലും ആസ്വദിക്കുവാൻ കഴിയില്ല. എന്നാൽ ഇത്രയേറെ ഹോമപ്പുക ഇവിടെ ഉയർന്നിട്ടും ഒരസ്വസ്ഥതയും നമുക്ക് ഇല്ല. അതുകൊണ്ട് പരമാവധി വലിച്ചുള്ളിലേക്ക് ആക്കിക്കൊള്ളുക. അത്രയും നല്ലതാണ് ഇത്തരം ഹോമപ്പുകകൾ എന്ന് നാം മനസ്സിലാക്കണം. യജ്ഞത്തിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ യജ്ഞത്തിന് ശേഷം ഈ അന്തരീക്ഷത്തെ ചില ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയാൽ ഈ യജ്ഞം തുടങ്ങുന്നതിന് മുമ്പും യജ്ഞം തുടങ്ങിയതിന് ശേഷവും ഇവിടെ വന്ന മാറ്റങ്ങളെ കൃത്യമായി സയന്റിഫിക്കലി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്തായാലും മഹാഭാരത സത്രത്തിന് എല്ലാവിധ മംഗളാശംസകളും ആദ്യം തന്നെ നേരുകയാണ്. ഈ ഒരു മഹായജ്ഞം സംഘടിപ്പിച്ച് ഇതിന്റെ സംഘാടക സമിതിക്കും വളരെ വലിയ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ വിഷയം മഹാഭാരതത്തിലെ മനഃശാസ്ത്രം എന്നാണ്. എന്താണ് മനസ്സ്? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളിപ്പോൾ ചിന്തിക്കുകയാണ്, ഞാൻ 25 പവൻ വെച്ചിരുന്ന എൻ്റെ അലമാര പൂട്ടിയിരുന്നോ? മനസ്സിവിടെ ഉണ്ടാവുകയില്ല. നിങ്ങൾ അലമാരയുടെ ലോക്കിന്റെ മുകളിലായിരിക്കും നിങ്ങളുടെ മനസ്സുണ്ടാവുക. മനസ്സ് നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നു, മനസ്സ് ചാടിക്കൊണ്ടിരിക്കുന്നു. മനസ്സ് പലപ്പോഴും നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റാതെ പോകുന്നു. മനസ്സിന് വിഷമമുണ്ടാകുമ്പോൾ, താങ്ങാൻ പറ്റാത്ത വിഷമം വന്നപ്പോൾ 100 പേർ ആത്മഹത്യ ചെയ്യുന്നു. അതിൽ കേരളത്തിൽ 95 ഹിന്ദുക്കളാണ്.
2014 സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം 100 ആത്മഹത്യ അടങ്ങുമ്പോൾ 95 ഹിന്ദു, 4 ക്രിസ്ത്യാനി, 1 മുസ്ലിം. ഇതെന്റെ കണക്കല്ല, സർക്കാരിന്റെ കണക്കാണ്. എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്? അവന് ഗ്രന്ഥങ്ങളില്ലാഞ്ഞിട്ടാണോ? 4 വേദം, 5 ഉപവേദം, 6 വേദാംഗം, 18 പുരാണം, 108 ഉപനിഷത്ത്, 2 ഇതിഹാസങ്ങൾ, 64 കലകൾ, അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം തുടങ്ങി നമ്മുടെ മൊത്തം ഗ്രന്ഥങ്ങൾ നിരത്ത് വെച്ചാൽ നിങ്ങളുടെ ഈ പഞ്ചായത്ത് മൊത്തം വേണ്ടിവരും. അത്രയേറെ ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. നമുക്കൊരു ദൈവങ്ങളല്ല, 33 കോടി ദൈവങ്ങൾ നമ്മൾ വിളിക്കാറുണ്ട്. അത്രയേറെ ദൈവങ്ങൾ നമുക്കുണ്ട്, ആചാര്യ പരമ്പര തന്നെയുണ്ട്. എന്നിട്ടും ഹിന്ദുക്കൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, യഥാകാലം യഥാവിധി എന്താണോ അറിയേണ്ടത് അതിനെ അറിയുവാൻ നമുക്ക് ഈ ഒരു 50 വർഷത്തിനിടയ്ക്ക് കഴിഞ്ഞില്ല. 1956 സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഞങ്ങളെല്ലാം കോളേജിൽ പോകുന്ന കാലത്ത് അവിടുന്ന് ആദ്യം പഠിപ്പിച്ചത് രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, യേശു മുഹമ്മദോ? അതുണ്ടായിരുന്നു, തൊട്ട് കളിക്കരുത്. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പഠിപ്പിച്ചു. മാത്രമല്ല, രാമായണം പഠിക്കേണ്ടത് എന്തിനാണ്? ഒരു 35 വയസ്സുള്ള ഒരു ലേഡിയുമായിട്ട് സംസാരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, രാമായണമൊക്കെ വായിക്കാറുണ്ടോ? അപ്പൊ അവര് പറയാണ്, എനിക്ക് 60 വയസ്സായിട്ടില്ല. അപ്പൊ രാമായണം വായിക്കേണ്ട പ്രായം 60 വയസ്സാണ് എന്ന് അവരുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. 60 വയസ്സ് കഴിഞ്ഞവർ രാമായണം വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പൂമ്പാറ്റ, ബാലരമ, ബാലമംഗളം ഒക്കെ വായിച്ചോളൂ. രാമായണം വായിക്കേണ്ടത് കുട്ടികളാണ്, മഹാഭാരതം പഠിക്കേണ്ടത് കുട്ടികളാണ്. കാരണം ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടത് അവരാണ്. അവർക്കാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ, പരീക്ഷാ ഭയമുണ്ട്, പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോട്ടമുണ്ട്. മലപ്പുറം ജില്ലയിൽ ഈ SSLCയുടെ റിസൾട്ട് വരുന്നതിന്റെ 3 ദിവസം മുമ്പ് നിവേദ്യ എന്ന 15 വയസ്സുകാരി ആത്മഹത്യ ചെയ്തു. നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ? എന്തുകൊണ്ടാണ് 15 വയസ്സുകാരി ആത്മഹത്യ ചെയ്യുന്നത്? റിസൾട്ട് വന്നു നോക്കുമ്പോൾ കുട്ടിക്ക് നല്ല മാർക്കുണ്ട്. റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കുവാൻ വയ്യാത്ത രീതിയിൽ ആ കുട്ടിയുടെ മനസ്സിൽ എന്തായിരുന്നു അകപ്പെട്ടത്? അതിന് കെമിസ്ട്രിയിൽ പരിഹാരമില്ല, അതിന് ബയോളജിയിലും ഫിസിക്സിലും മാത്തമാറ്റിക്സിലും പരിഹാരമില്ല. പരിഹാരമുള്ളത് രാമായണത്തിലും മഹാഭാരതത്തിലുമാണ്. അത്തരം പരിഹാരങ്ങളുമാണ് രാമായണത്തെ മഹാഭാരതത്തെ നാം പഠിക്കേണ്ടത്. അല്ലാതെ പണ്ടൊരു കൃഷ്ണൻ ഉണ്ടായിരുന്നു, പണ്ടൊരു രാമൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? വാൽമീകി രാമായണത്തിലെ രാമൻ മനുഷ്യനാണ്, അധ്യാത്മ രാമായണത്തിലെ രാമൻ ദേവനാണ്. നമുക്ക് പ്രയോജനം വാൽമീകി രാമായണത്തിലെ രാമനാണ്. ദശരഥ മഹാരാജാവിന്റെയും കൗസല്യാദേവിയുടെയും പുത്രനായിട്ട് 10,000 വർഷങ്ങൾക്ക് മുമ്പ് ത്രേതായുഗത്തിൽ ജനിച്ച് ജീവിച്ച് സമാധിയായ രാമന്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് രാമായണം. 7 കാണ്ഡങ്ങളിൽ 24,000 ശ്ലോകം. ആ രാമായണത്തിൽ ഒരു പുത്രൻ മകൻ എങ്ങനെയായിരിക്കും എന്ന് പഠിപ്പിക്കും. ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു സഹോദരൻ എങ്ങനെയായിരിക്കണം, സർവോപരി ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ പല രാജാക്കന്മാരെയും കമ്പയർ ചെയ്യുന്നു, പല ഭർത്താക്കന്മാരെയും കമ്പയർ ചെയ്യുന്നു, പല മക്കളെയും കമ്പയർ ചെയ്യുന്നു. ഇവിടെയാണ് മഹാഭാരതം 18 പർവ്വങ്ങൾ, 1,25,000 ശ്ലോകങ്ങൾ. മഹാഭാരതത്തിൽ അന്ധമായിട്ട് ആരാധിക്കേണ്ട ഒരൊറ്റ ആളേ ഉള്ളൂ, അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഒരിക്കൽ യുധിഷ്ഠിരന് നരകത്തിൽ പോകേണ്ടി വന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ദ്രോണാചാര്യരെ കൊല്ലുവാൻ ഒരു വകുപ്പില്ല യുദ്ധത്തിൽ. ആര് പറഞ്ഞാൽ ദ്രോണാചാര്യരെ വിശ്വസിക്കും? യുധിഷ്ഠിര, നീ പറഞ്ഞാൽ മാത്രമേ ദ്രോണാചാര്യർ വിശ്വസിക്കൂ. അതുകൊണ്ട് ഒരു ആനയ്ക്കൊരു പേര് കൊടുത്തു, അശ്വത്ഥാമാവ്. ഉടനെ തന്നെ ഭീമൻ അതിനെ ഗദ കൊണ്ടടിച്ചു കൊന്നിട്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവരോടും ചോദിച്ചു. അവസാനം ചോദിച്ചു, ധർമ്മപുത്ര, നീ കളവ് പറയാത്തവനാണ്, അതുകൊണ്ട് നീ പറയൂ, എന്റെ മകൻ കൊല്ലപ്പെട്ടോ? അപ്പോൾ പറഞ്ഞു, അശ്വത്ഥാമാവ് മരിച്ചു എന്ന ആന. അതൊരു പറ്റിക്കൽ പരിപാടിയാണ്. ഉച്ചത്തിൽ ആന എന്ന് വിളിച്ചു പറയാത്തതുകൊണ്ട് എന്റെ മകൻ മരിച്ചു എന്ന് കരുതി തേരിന്റെ തട്ടിൽ കിടന്ന ആ കരഞ്ഞ് തളർന്ന് ഇരുന്നു പോയ അദ്ദേഹത്തിന്റെ കഴുത്ത് ദൃഷ്ടദ്യുമ്നൻ അറുത്തെടുത്തു. എന്തുകൊണ്ട്? ശിഷ്യരോട് തള്ളവിരൽ ചോദിച്ചു എന്നതുകൊണ്ട്. കർമ്മഫല സിദ്ധാന്തം മനഃശാസ്ത്രപരമായിട്ട് മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നു. എന്തായിരുന്നു ആദ്യമായിട്ട് ദ്രോണാചാര്യർ ആവശ്യപ്പെട്ട ഗുരുദക്ഷിണ? പാണ്ഡവരോടും കൗരവരോടും തന്റെ ശത്രുവായ ദ്രുപദനെ പിടിച്ചുകെട്ടി മുന്നോട്ട് കൊണ്ടുവരണമെന്നായിരുന്നു. അതായത്, എനിക്ക് തോൽപ്പിക്കുവാൻ കഴിയാത്തവനെ നിങ്ങൾ തോൽപ്പിക്കണം. ഒടുവിൽ അർജുനൻ തോൽപ്പിച്ച് പിടിച്ചുകെട്ടി കൊണ്ടുവന്നു ദ്രുപദനെ. അന്ന് ദ്രുപദന്റെ മകനെടുത്ത ശപഥമാണ്, ഇയാളെ ഞാൻ കൊന്നിരിക്കും എന്നുള്ളത്. കർമ്മഫല സിദ്ധാന്തം നമ്മെ ആഴത്തിൽ പഠിപ്പിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് രാമായണത്തിലും മഹാഭാരതത്തിലും. എന്തുകൊണ്ടാണ് പാതിവൃത്യത്തിന്റെ പ്രതീകമായ സീതാദേവിക്ക് അഗ്നിയിലൂടെ നടക്കേണ്ടി വന്നു? രാമായണത്തിലെ ക്ലൈമാക്സ് അല്ലെങ്കിൽ കൂടി ക്ലൈമാക്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രംഗമാണ്. രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം സീതയും രാമനും കണ്ടുമുട്ടുന്ന അതിമനോഹരമായ രംഗം. ആ രംഗത്തിൽ
ഓടിവരുന്ന സീതാദേവി തന്നെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് എന്റെ ഭർത്താവ് എന്നെ ആശ്വസിപ്പിക്കും എന്നായിരുന്നു സീതയുടെ സങ്കല്പം. സീതാദേവിയുടെ മനസ്സിലെ സങ്കല്പം 12 മാസമായിട്ട് എന്നെ കാണാതെ വിഷമിച്ചിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ എന്നെ സ്വീകരിക്കും, ലോകത്തിന് മുന്നിൽ വെച്ച് എന്നെ മാറോട് ചേർക്കുമെന്നായിരുന്നുവെങ്കിൽ രാമൻ പറഞ്ഞു, ഇക്കൂട്ടത്തിൽ ആര് നിന്നെ സ്വീകരിച്ചാലും ഞാൻ നിന്നെ സ്വീകരിക്കില്ല. ലക്ഷ്മണ എന്ന് വിളിച്ചപ്പോൾ ലക്ഷ്മണന്റെ കാര്യം മനസ്സിലായി. ലക്ഷ്മണൻ അഗ്നി കൂട്ടി, അഗ്നിയിലൂടെ സീതാദേവി നടന്നു വന്നപ്പോൾ രാമൻ സ്വീകരിച്ചു. പക്ഷെ സീത നടന്നു വരുമ്പോൾ, ആദ്യം വരുമ്പോൾ രാവണൻ എന്ന സ്ത്രീലമ്പടന്റെ കൊട്ടാരത്തിലെ അനേകം സ്ത്രീകളിൽ ഒരു സ്ത്രീയായിട്ട് മാത്രമേ സമാജം കണ്ടിരുന്നുള്ളൂ, ലങ്കാവാസികൾ കണ്ടിരുന്നുള്ളൂ. അവർ പരസ്പരം പലതും പറഞ്ഞ് ചിരിച്ചുകൊണ്ടേയിരുന്നു, പ്രത്യേകിച്ച് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന രാക്ഷസ സ്ത്രീകൾ. എന്നാൽ അഗ്നിയിലൂടെ നടന്ന് പുറത്തേക്ക് വന്ന സീതാദേവിയെ കണ്ടപ്പോൾ എല്ലാവരും ദീർഘനണ്ട നമസ്കാരം ചെയ്തു. ഒരു രാജാവിന്റെ ഭാര്യ സകല സംശയങ്ങൾക്കും അതീതയായിരിക്കണമെന്ന് രാമൻ അവിടെ പഠിപ്പിച്ചു. പക്ഷേ സീതാദേവിക്ക് ഈ കൊടിയ അപമാനം സഹിക്കേണ്ടി വന്നത് എങ്ങനെയാണ്? അത് ലക്ഷ്മണനോട് ചെയ്തൊരു കർമ്മമായിരുന്നു. മാരീചൻ മാനിന്റെ വേഷത്തിൽ വന്ന് രാമനെ അകറ്റിക്കൊണ്ടുപോയി രാമന്റെ ബാണമേറ്റ് മരിക്കുന്നതിന് മുമ്പ് ലക്ഷ്മണ സീത എന്നുറക്കെ വിളിച്ച് കരഞ്ഞ സമയത്ത് സീത ചഞ്ചലമാനസയാകുന്നു. ഓടിച്ചെല്ലാൻ പറയുന്നു. ലക്ഷ്മണൻ പറയുന്നു, എന്റെ ജ്യേഷ്ഠന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയുന്ന ഒരു തന്നെ ഈ 14 ലോകങ്ങളിലില്ല, അതുകൊണ്ട് ഏടത്തെ അമ്മ പേടിക്കണ്ട എന്ന് പറയുന്നു. പക്ഷെ വീണ്ടും വീണ്ടും പറയുന്നു, ലക്ഷ്മണ ഓടിച്ചെല്ലൂ. തയ്യാറാകുന്നില്ല ലക്ഷ്മണൻ. അപ്പോൾ സീതാദേവി പറയുന്ന ഒരു വാക്കുണ്ട്, ദുഷ്ട, എന്റെ ഭർത്താവ് മരിച്ചിട്ട് എന്നെ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് നീ ഞങ്ങളുടെ കൂടെ കാട്ടിലേക്ക് വന്നത് എന്ന് പറയുന്ന അതിക്രൂരമായ വാക്കുകൾ. സീതാദേവിയെ കാണാഞ്ഞിട്ട് ആഭരണം കയ്യിൽ കിട്ടിയ സമയത്ത് രാമൻ ചോദിക്കുന്നു ലക്ഷ്മണനോട്, ലക്ഷ്മണ ഇത് നോക്കൂ, ഇത് സീതയുടേതാണോ എന്ന്. അതൊരു മാലയായിരുന്നു. ലക്ഷ്മണൻ പറയുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല ചേട്ടാ എന്ന്. വള കാണിച്ചു, മനസ്സിലാകുന്നില്ല. ഒടുവിൽ പാദസരം കാണിക്കുമ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട്, ഇത് ചേട്ടത്തി അമ്മയുടേതാണ്, ഞാൻ എല്ലാ ദിവസവും പാദ നമസ്കാരം ചെയ്യുമ്പോൾ ഇത് കാണാറുണ്ട് ജ്യേഷ്ഠ എന്ന് പറഞ്ഞ ലക്ഷ്മണന്റെ ആ വ്യക്തിത്വത്തിന് നേരെയാണ് സീതാദേവി ഇത് പറഞ്ഞത്. അവിടെയാണ് കർമ്മഫല സിദ്ധാന്തം. നമ്മുടെ ആചാര്യന്മാർ പറയുന്നുണ്ട്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അതിൽ നിന്ന് സീതാദേവിക്ക് പോലും ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവിടെയാണ് മഹാഭാരതവും രാമായണവും നമ്മെ പഠിപ്പിക്കുന്ന അനേകം മനഃശാസ്ത്ര വിഷയങ്ങളിൽ ഒന്നാണ് ശ്രീകൃഷ്ണന്റെ ജന്മം. ഭഗവാൻ ജനിച്ചത് തന്നെ കാരാഗ്രഹത്തിലാണ്. അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ല. ജനിച്ചുടൻ അച്ഛനായ വസുദേവൻ വലിയൊരു കൂട്ടയിൽ ചുമന്ന് യമുനാ നദി കടന്ന് നന്ദനോദ്യാനത്തിലെത്തിച്ചു. യശോദ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങോട്ടെടുത്തു, ഈ കുട്ടിയെ അവിടെ വെച്ചു. 6 മാസം പ്രായമുള്ള ഭഗവാനെ മുല കൊടുത്തു കൊല്ലാൻ വേണ്ടി പൂതന വന്നു. ഭഗവാൻ അവളെ മുല കുടിച്ചു കൊന്നുകളഞ്ഞു. അങ്ങനെ വേടന്റെ അമ്പേറ്റ് ശരീരം ഉപേക്ഷിക്കുന്നത് വരെ ഭഗവാന്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭഗവാൻ എവിടെയും കരഞ്ഞിട്ടില്ല. കുചേലിനെ കണ്ടപ്പോൾ ആനന്ദാശ്രു പൊഴിച്ചതാണ്, അത് കരച്ചലല്ല. പ്രതിസന്ധികൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങൾ എല്ലാ കാലത്തുമുണ്ട്. രാമന്റെ കാലത്ത് പ്രശ്നമുണ്ട്. രാവണൻ തന്നെയായിരുന്നു പ്രശ്നം. രാവണൻ സീതാദേവിയെ തന്നെ തട്ടിക്കൊണ്ടുപോയി. ഭഗവാൻ ജനിച്ചതുപോലും അമ്മാവനെ ഭയന്നിട്ട് കാരാഗ്രഹത്തിലായിരുന്നു. ഭഗവാന്റെ 7 സഹോദരങ്ങളെയും ഈ അമ്മാവൻ തന്നെ കൊന്നുകളഞ്ഞതായിരുന്നു. പ്രശ്നങ്ങളില്ലാത്ത കാലഘട്ടമില്ല. തിരയില്ലാത്ത സാഗരം, രാത്രിക്ക് പകല്, ദുഃഖത്തിന് സുഖം, ലാഭത്തിന് നഷ്ടം, ജയത്തിന് പരാജയം, ഇതില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ഒരു കാലത്തും ചിന്തിക്കാൻ സാധ്യമല്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ പ്രബലമായ 2 യുദ്ധങ്ങൾ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. റഷ്യയും ഉക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധം 1.5 വർഷം കഴിഞ്ഞു. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇതാ 4 മാസം പിന്നിട്ടു.
യുദ്ധങ്ങളെയും പ്രശ്നങ്ങളെയും ഒരു കാലത്തും നമുക്ക് ഈ ഭൂമിയിൽ മനുഷ്യനുള്ള കാലത്തോളം ഒഴിവാക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ പ്രകൃതിക്ക് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെ എല്ലാം അനുസരിക്കുന്നു മറ്റ് ജീവജാലങ്ങൾ. പശു പുല്ല് തിന്നുമ്പോൾ അതിനൊരു നിയമമുണ്ട്, വേരുകൾ ഒരിക്കലും തിന്നാറില്ല. പശു അങ്ങേയറ്റം വിശന്നിരിക്കുമ്പോഴും അതിനൊരു ചിക്കൻ ബിരിയാണി കഴിക്കുവാൻ സാധ്യമല്ല. ഓരോ ജീവജാലങ്ങൾക്കും ഓരോ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ അത് ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നത് സത്യമാണ്. നമുക്കിനി മഹാഭാരതത്തിലേക്ക് കടക്കാം. മഹാഭാരതം ഈ കാലഘട്ടത്തിൽ, ഈ 2024 കാലഘട്ടത്തിൽ മഹാഭാരതത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ശന്തനു മഹാരാജാവിനെ കുറിച്ചും ഗംഗയെക്കുറിച്ചും നമുക്കിന്ന് ചിന്തിക്കാം. അതീവ സുന്ദരിയായ ഗംഗാദേവിയെ ശന്തനു മഹാരാജാവ് കാണുന്നു. ശന്തനു മഹാരാജാവിന് ഗംഗയിൽ സ്നേഹവും പ്രണയവും ഉദിക്കുന്നു. സ്നേഹിക്കുന്ന ഒരു സ്ത്രീയോട്, പെൺകുട്ടിയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തിരിച്ചു പോരുവാൻ ആൺകുട്ടികൾക്ക് കഴിയണം. കഴിഞ്ഞ കണ്ണൂരിൽ നമ്മൾ കണ്ടു, ദേവപ്രിയ എന്ന് പറയുന്ന കുട്ടിയെ വീട്ടിൽ കയറിയിട്ട് ഈ ചെറുപ്പക്കാരൻ കൊന്നുകളഞ്ഞു. എനിക്ക് പ്രണയമാണ് എന്ന് പറയുവാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ എനിക്ക് നിന്നോട് പ്രണയമില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു പോരുവാനുള്ള മാനസികാവസ്ഥ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ആൺകുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയണം. യെസ് എന്ന് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നോ എന്ന് കേൾക്കുവാനുള്ള മനസ്സിനെ സൃഷ്ടിച്ചെടുക്കണം. ശന്തനു മഹാരാജാവ് ഗംഗയോട് പ്രണയാഭ്യർത്ഥന നടത്തി, വിവാഹാഭ്യർത്ഥന നടത്തി. ഗംഗ സമ്മതിച്ചു. പക്ഷെ ഗംഗ ഒരു കണ്ടീഷൻ വെച്ചു. ആ കണ്ടീഷൻ ഇതായിരുന്നു: ഞാൻ എന്ത് ചെയ്താലും അതിന് നിങ്ങൾ എതിര് പറയാൻ പാടില്ല. കല്യാണം കഴിഞ്ഞു, ആദ്യത്തെ വർഷമായി, ഒരു കുട്ടി ജനിച്ചു. ജനിച്ച ഉടനെ ഗംഗയെ നദിയിൽ കൊണ്ടുപോയിട്ടിട്ടു. ഒന്നും പറയാൻ കഴിഞ്ഞില്ല. രണ്ടാമത് കുട്ടി ജനിച്ചു, മൂന്നാമത് കുട്ടി ജനിച്ചു, 7 കുട്ടികൾ ജനിച്ചു. 7 കുട്ടികളെയും നദിയിലേക്ക് എറിഞ്ഞു. അതിനൊരു ഐതിഹ്യത്തിൽ ഒരു ശാപമുണ്ട്, അഷ്ടവസുക്കളുമായി ബന്ധപ്പെട്ടത്. പക്ഷെ നമുക്ക് ഈ ശാപത്തിന്റെ കഥയല്ല വേണ്ടത്. കണ്ടീഷണൽ ലവ് ആൻഡ് അൺകണ്ടീഷണൽ ലവ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് കുടുംബജീവിതം സ്വസ്ഥമാകുവാൻ ഒരു കണ്ടീഷനും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. ഭാര്യ ഭർത്താവിനോടോ, ഭർത്താവ് ഭാര്യയോടോ, മക്കൾ അച്ഛനോടോ, അമ്മ മക്കളോടോ കണ്ടീഷൻ വെക്കരുത്. ഇടയ്ക്കിടെ നിങ്ങളല്ല, മറ്റു പല അമ്മമാരും പറയുന്നത് കേൾക്കാം, പ്രസവിച്ചതിന്റെ കണക്ക്. 10 മാസം വയറ്റിൽ ധരിച്ചു, ഞാൻ നിന്നെ നൊന്തു പ്രസവിച്ചു, ഞങ്ങൾ നിന്നെ പോറ്റി, അതുകൊണ്ട് നീ പ്രായമായാൽ ഞങ്ങളെ നോക്കണം. ഒരു കാരണവശാലും അവർ നോക്കാൻ സാധ്യതയില്ല. കാരണം ഇത് കണ്ടീഷൻ ലവ് ആണ്. ഇപ്പൊ പ്രസവിക്കുക എന്ന് പറയുന്നത് കഴിവല്ല, അത് മഹാഭാഗ്യാണ്. കല്യാണം കഴിച്ചിട്ടും പ്രസവിക്കാത്ത ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ പ്രസവിക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്, കുഞ്ഞിനെ ജനിപ്പിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യവുമാണ്. അപ്പൊ ആ മഹാഭാഗ്യം നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് കുട്ടിയുടെ മുകളിൽ നമ്മൾ കണ്ടീഷൻ വെച്ചിരിക്കുന്നു. എന്താണ്? നിന്നെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് നോക്കുന്നത് നീ വലുതായിട്ട് എന്നെ നോക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് കണ്ടീഷണൽ ലവ് ആണ്. എപ്പോഴും കണ്ടീഷൻ ലവ് പരാജയമായിരിക്കും. പ്രണയവിവാഹങ്ങളിൽ 50% പരാജയപ്പെടുവാനുണ്ടാകുന്ന കാരണം പ്രണയത്തിൽ കണ്ടീഷൻ ഉണ്ട് എന്നതുകൊണ്ടാണ്. അൺകണ്ടീഷനാണ് പ്രണയം. അതുകൊണ്ട് തന്നെ രാമനും സീതയും തമ്മിൽ കണ്ടീഷൻ ഉണ്ടായിരുന്നില്ല. ഉമയും മഹേശ്വരനും തമ്മിൽ കണ്ടീഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം സ്വസ്ഥവും ശാന്തവുമായിരുന്നു. എല്ലാ പ്രശ്നങ്ങളെയും അവർ ഒന്നിച്ച് എതിരേറ്റിരുന്നു. ശന്തനു മഹാരാജാവ് ഗംഗയോട് നടത്തിയത് പ്രണയമായിരുന്നു. ആ പ്രണയം കരഗതമാക്കുവാനും ഗംഗയെ സ്വന്തമാക്കുവാനും വേണ്ടി അദ്ദേഹം തന്റെ വ്യക്തിത്വം പണയം വെച്ചു. തന്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിനെ നദിയിലേക്ക് എറിയുമ്പോൾ അത് തെറ്റാണ്, ശരിയല്ല എന്ന് പറയുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 8ാമത്തെ കുട്ടി പ്രസവിച്ചപ്പോൾ കൈക്ക് പിടിച്ചു ഗംഗ ആ കുട്ടിയെ തിരികെ കൊടുത്തുവെങ്കിലും ഗംഗയുമായിട്ട് പിന്നീട് ഒന്നിച്ച് ജീവിക്കുവാൻ ശന്തനുവിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നു, എല്ലാ സ്നേഹവും അൺകണ്ടീഷൻ ആയിരിക്കുക.
പാർവതീദേവിയെയും പരമേശ്വരന്റെയും ഫോട്ടോ നമുക്കറിയാം. അന്നത്തെ അണുകുടുംബ, ഒരച്ഛൻ, ഒരമ്മ, രണ്ടാൺമക്കൾ. പാർവതീദേവി, പരമേശ്വരൻ, സുബ്രഹ്മണ്യൻ, ഗണപതി, 4 പേരടങ്ങുന്ന ഒരു കുടുംബം. പക്ഷെ ഈ മുറിയിൽ വേറെ 5 പേര് കൂടിയുണ്ട്. പരമേശ്വരന്റെ കഴുത്തിൽ ഒരു പാമ്പുണ്ട്, പാർവതീ ദേവിക്ക് ഒരു സിംഹമുണ്ട്, പരമേശ്വരന്റെ വാഹനയായിട്ടൊരു കാളമുണ്ട്, സുബ്രഹ്മണ്യന് ഒരു മയിലുണ്ട്, ഗണപതിക്ക് ഒരു എലിയുണ്ട്. സാമാന്യന എലിയെ കാണുമ്പോൾ പാമ്പുകൾ ഓടിച്ചിട്ട് പിടിക്കണം. പക്ഷെ പരമേശ്വരന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പ് ഗണപതിയുടെ എലിയെ പിടിക്കാറില്ല. മയിലിന് ഏറ്റവും പ്രിയമുള്ള മാംസമാണ് പാമ്പിന്റെ മാംസം. പരമേശ്വരന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പിനെ സുബ്രഹ്മണ്യന്റെ മയില് പിടിക്കാറില്ല. പാർവതീദേവിയുടെ സിംഹത്തിന് ഏറെ പ്രിയമുള്ള മാംസമാണ് പരമേശ്വരന്റെ വാഹനമായ കാളയുടെ മാംസം. പക്ഷെ ഇന്ന് രാവിലെ വരെ ഈ കാളയെ പിടിച്ചിട്ടില്ല. ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ 9 പേർ ജീവിക്കുന്നു. 4 ദേവന്മാരും 5 ഭൂതഗണങ്ങളും. ഒരു പാമ്പുണ്ട്, എലിയുണ്ട്, മയിലുണ്ട്, സിംഹമുണ്ട്, കാളയുണ്ട്. പരസ്പര വിരുദ്ധങ്ങളായി തമ്മിലടിച്ച് കൊന്നു തിന്നുന്ന ഈ ജീവികൾ പോലും ഒരു മുറിയിൽ വളരെ സ്നേഹത്തോടെ സൗഖ്യത്തോടെ ജീവിക്കുമ്പോൾ പാർവതീ പരമേശ്വരന്മാരുടെ ഫോട്ടോ ഒരു കുടുംബത്തിൽ നൽകുന്ന സന്ദേശം ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. ഒരു കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യന്താപേക്ഷിതമാണ് സ്നേഹവും പരസ്പര വിശ്വാസവും. ഇത് ഈ ഫോട്ടോയിൽ കാണാം. അതുകൊണ്ട് വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ നോക്കിയാൽ മതി. ഫോട്ടോ തൂക്കിയിട്ട് കാര്യമില്ല, ഫോട്ടോ നോക്കണം. ഫോട്ടോ നോക്കിയിട്ടും കാര്യമില്ല, ചിന്തിക്കണം. എലിയും പാമ്പും ഒരു മുറിയിൽ താമസിക്കുന്നുവെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും താമസിക്കാൻ ഇപ്പൊ എന്താ ബുദ്ധിമുട്ട്? അങ്ങനെ ചിന്തിച്ചാൽ മതി, എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാവും. ഗണപതിയുടെ വാഹനം എലിയാകുമ്പോൾ ചോദ്യങ്ങൾ വരുന്നു. നോക്കൂ, ഭൂമിയിൽ ഏറ്റവും വലിയ ജീവിയായ ആനയും ഏറ്റവും നിസാര ജീവികളൊന്നായ എലിയും പരസ്പര പൂരകങ്ങളായി ജീവിക്കുമ്പോഴാണ് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ. മതങ്ങൾ പറയുന്നു മനുഷ്യനുള്ളതാണ് ഭൂമിയിലെ ഓരോ വിഭവങ്ങളും. അതുകൊണ്ട് ആടിനെ കൊല്ലാം, പോത്തിനെ കൊല്ലാം, പന്നി ഒഴികെ ബാക്കി എല്ലാ ജീവജാലങ്ങളെയും കൊല്ലാമെന്ന് അവരുടെ മതം പറയുമ്പോൾ ഭാരതം പറയുന്നു ഈശാവാസ്യമിതം സർവം. പഴുതാരിക്കും പാമ്പിനും കീരിക്കും ചൊറിപ്പുഴുവിനും കുയ്യാനയ്ക്കും എനിക്ക് എത്ര അവകാശം ഭൂമിയിലുണ്ടോ അത്ര തന്നെയുണ്ട്. തത്വമസി, ഈശ്വരൻ നീ കൂടെയാണ്. അഹം ബ്രഹ്മാസ്മി, അത് എന്നിലുമുണ്ട്. അണോരണിയാൻ, ഏറ്റവും ചെറുതിൽ ചെറുത് ഞാനാണ്. മഹദോ മഹീയാൻ, ഏറ്റവും വലുതിൽ വലുത് ഞാനാണ്. അതുകൊണ്ട് ഞാനും നീയും സർവചരാചരങ്ങളും, ഇനി ദാസേട്ടന്റെ ഭാഷയിൽ പറഞ്ഞാൽ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ആയിരിക്കും? ദൈവം ഇരിക്കുന്നു. ഇതാണ് ഭാരതത്തിന്റെ അടിസ്ഥാനപരമായ സങ്കല്പം. ഈശ്വരൻ ഏകനാണ്, രണ്ടില്ലാത്ത ഒന്നാണ്, അദ്വൈത വേദാന്തം. ശങ്കരാചാര്യ സ്വാമികളുടെ ആ ജന്മദിനമൊക്കെ ആചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ മഹത്തായ സന്യാസിവര്യൻ നമ്മെ പഠിപ്പിച്ചു ഏകമേവം അദ്വിതീയം ബ്രഹ്മ, രണ്ടില്ലാത്ത ഒന്നാകുന്നു ഈശ്വരൻ. പക്ഷെ ഈശ്വരനെ അറിയുവാൻ 33 കോടി ദൈവ ഉപാസനയിലൂടെ ദ്യോതനാഥ് ദൈവ പ്രകാശിപ്പിക്കുന്നതെന്തോ. അതുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങളും ഏകമാകുന്ന ഈശ്വരൻ. ഈ MM അക്ബറും ചിദാനന്ദപുരി സ്വാമികളും തമ്മിൽ മഞ്ചേരിയിൽ ഒരു സംവാദം നടന്നു കുറച്ച് വർഷം മുമ്പാ. അപ്പൊ MM അക്ബർ എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ ഏറ്റവും ആഴത്തിൽ അവരുടെ മതത്തെ പഠിച്ച ഒരു പ്രബോധകനാണ്. അദ്ദേഹം പറയുകയാണ്, ഹിന്ദുവിന്റെ വേദങ്ങൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദൈവം ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ എന്ന് വേദങ്ങൾ മുഴുവൻ പറയുന്നു. അതിന് കുറെ മന്ത്രങ്ങളും അദ്ദേഹം പറയുകയാണ്. പക്ഷെ ഹിന്ദുക്കൾ എന്ത് ചെയ്യുന്നു? 33 കോടി ദൈവങ്ങളെ ആരാധിക്കുന്നു. പിന്നീട് വേദങ്ങൾ പറയുന്നു ദൈവത്തിന് രൂപമില്ല. ഹിന്ദുക്കൾ കല്ലുകൊണ്ട് ദൈവങ്ങളെ ഉണ്ടാക്കിയിട്ട് കൃഷ്ണനെയും നാരായണനെയും എല്ലാവരെയും ആരാധിക്കുന്നു, ശിവനെയും വിഷ്ണുവിനെയും ഒക്കെ ആരാധിക്കുന്നു. അപ്പൊ വേദങ്ങൾക്ക് വിരുദ്ധമാണ് ഹിന്ദുവിന്റെ ജീവിതം. വേദങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറയാൻ വേണ്ടി നമ്മുടെ മന്ത്രമെടുത്ത് നമുക്ക് തന്നെ പണി തന്നു. അങ്ങനെ സ്വാമിജിയുമായിട്ട് സംവാദം നടത്തി. ആ സംവാദത്തോടു കൂടി സ്നേഹ സംവാദം നിന്നു. കാരണം സംവാദം എന്നേ, സ്നേഹ സംവാദം എന്നേ പരിപാടിയുടെ പേര്, പക്ഷെ സ്നേഹം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് ഹിന്ദുക്കൾ തെറ്റിദ്ധരിച്ചു പോയി. വേദങ്ങളിൽ പറയുന്ന ഏകത എന്ന് പറയുന്നത് ആ ഒരു തലമാണ്. എല്ലാത്തിലും ഈശ്വരനെ കാണുന്ന സർവസംഘ പരിത്യാഗിയായ വേദാന്തി സന്യാസിമാരുടെ തലമാണ്. നോക്കൂ, വിഷ്ണുവിന് 4 കൈകളുണ്ട്. ആ 4 കൈകളിൽ ഒന്നാമത്തേത് ശംഖാണ്. ശംഖൊരു ജലജീവിയാണ്. അതിൽ നിന്നും മാംസത്തെ മാറ്റി ശംഖൂതി ഓങ്കാരം പുറത്തേക്ക് വന്നു. ഓം ഏകാക്ഷരം ബ്രഹ്മ പ്രണവാകാരം. ഭഗവാന്റെ കയ്യിലെ ഒന്നാമത്തെ കയ്യിലുള്ള ശംഖ് വേദാന്തമാണ്, വിജ്ഞാനത്തിന്റെ അവസാന വാക്കാണ്. നമ്മുടെ സമൂഹത്തിൽ വേദാന്തികൾ ഉണ്ടാവും, വളരെ ചുരുക്കം. അതുകൊണ്ട് സന്യാസിമാർ 1 ലക്ഷത്തിൽ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ. വേദാന്തികൾ അപൂർവമാണ്.
ഈശ്വരനെ അറിയുവാൻ എനിക്ക് ഒരു ഉപാധിയുടെയും ആവശ്യമില്ല. ക്ഷേത്രമോ ഭജനയോ പൂജയോ സാധനയോ ഒന്നിന്റെയും ആവശ്യമില്ലാതെ തന്നെ സർവ്വതിലും ഈശ്വരനെ കാണുവാൻ കഴിയുന്നവനാണ് വേദാന്തി. ഭഗവാന്റെ കയ്യിലെ ശംഖ് വേദാന്തമാണ്, അറിവിന്റെ പരമമായ തലമാണെങ്കിൽ രണ്ടാമത്തെ കയ്യിൽ ഒരു ചക്രമുണ്ട്, അത് നമുക്കുള്ളതാ. ചക്രം നിരന്തരം കറങ്ങുന്നു, ചലനം ചലനം രാപ്പകൽ ചലനം, ചലനം എന്നതേ ജീവിതധർമ്മം. അത് അസ്ത്രം കൂടിയാണ്. അസ്ത്രം വിദൂരത്ത് ഉപയോഗിക്കുവാൻ കഴിയുന്ന ആയുധങ്ങളെയാണ് അസ്ത്രം. കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധങ്ങളാണ് ശസ്ത്രം. അപ്പം ഭഗവാന്റെ കയ്യിൽ ഒരു അസ്ത്രമുണ്ട്. ഈ അസ്ത്രം ശക്തിയാണ്. ഒരു ഭാഗത്ത് വേദാന്തവും മറുകയിൽ ശക്തിയും. അതായത് സത്യത്തിന്റെ വിജയത്തിന് ശക്തിയും സത്യവും ഒരുപോലെ ആവശ്യമുണ്ട്. ധർമ്മത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, മഹാഭാരത യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദൂതുമായിട്ട് ചെന്നു. ഭഗവാൻ പറഞ്ഞു, ചൂത് വെച്ച് കളിച്ച രാജ്യം തിരിച്ചു കൊടുക്കുവാൻ കണ്ടീഷൻ വെച്ചിരുന്നു. 12 വർഷത്തെ വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇവർക്ക് രാജ്യം കൊടുക്കണം. അവരെ രണ്ടും പാലിച്ചു. അജ്ഞാതവാസ സമയത്ത് യുധിഷ്ഠിരൻ ചൂതുകളി പഠിപ്പിക്കുന്ന ആളായിരുന്നു. അർജുനൻ പെണ്ണിന്റെ വേഷത്തിൽ, ഭീമൻ അവിടുത്തെ പാചകക്കാരനായിരുന്നു. നകുലും സഹദേവനും കുതിരയുടെ ജോലിയൊക്കെ ചെയ്ത് പാഞ്ചാലി ദാസിയായിരുന്നു. 12 മാസക്കാലം രാജകുമാരി ദാസിയായിട്ട് പണിയെടുത്തു. അങ്ങനെ പറഞ്ഞ കണ്ടീഷൻ മുഴുവൻ പൂർത്തിയാക്കിയിട്ട് ഇവരിതാ വന്നിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു കൊടുക്കില്ല. പാതി കൊടുക്കുമോ? ഇല്ല. കാൽഭാഗം? ഇല്ല. 5 പേർക്ക് 5 ഗ്രാമം? ഇല്ല. 5 പേർക്ക് 1 ഗ്രാമം കൊടുക്കുമോ? കൃഷ്ണൻ ചോദിക്കുകയാണ് അങ്ങോട്ട്. ആരൊക്കെ ഉണ്ടാ സദസ്സിൽ? ദ്രോണർ, ഭീഷ്മർ, കർണൻ, ധൃതരാഷ്ട്രർ. കണ്ണു കാണില്ലെങ്കിലും അദ്ദേഹത്തിന് കൃഷ്ണനെ അറിയാം. ഭഗവാൻ താഴേക്ക് വന്നു. 5 പേർക്ക് 5 ഗ്രാമം, 5 പേർക്ക് 5 വീട്, 5 പേർക്ക് 1 വീട്. സൂചി കുത്തുവാൾ ഇടം പോലും ഇവിടെ ഇല്ലെന്നു മാത്രമല്ല, ദൂതനെ പിടിച്ചു കിട്ടാൻ നോക്കി. സദൻ ഒസാമ ബിൻ ലാദൻ പോലും ദൂതനെ പിടിച്ചു കിട്ടില്ല. ദൂതനെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടമാണ്. ദൂതന്റെ തലയിറത്തത് 2 പേരാണ്. ഒന്ന് രാവണൻ, രണ്ടാമത്തേത് തലയിറത്തില്ല. തലയിറക്കുവാൻ നോക്കി, പക്ഷെ ഭഗവാൻ രക്ഷപ്പെട്ടു പോന്നു. ഭഗവാൻ ആയതുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നതിന് ശേഷം ഭീമനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഭഗവാൻ, ഭീമ, ഇവരെ തിരുത്താൻ പറ്റില്ല, ഇവരെ ഇല്ലാതാക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ 100 പേരെ നീയാണ് ഇല്ലാതാക്കേണ്ടത്. കൃത്യമായിട്ടാണ് ഭീമൻ അത് ചെയ്യുന്നത്. 100 പേരെയും ഭീമൻ തല്ലിക്കൊന്നു. അവസാനം ദുര്യോധനെ കൊല്ലുമ്പോ ഈ ചതഞ്ഞരഞ്ഞ തുടയിലേക്ക് വീണ്ടും ഇടുകയാണ് ഭീമൻ ചെയ്യുന്നത്. അപ്പൊ ചോദിച്ചു, എന്താണ് നിനക്ക് ഇത്ര പക? അപ്പോൾ ഭീമൻ പറയുന്നൊരു വാക്കുണ്ട് മഹാഭാരതത്തിൽ, നമുക്കെല്ലാം ബാധകമായ ഒരു വാക്കാണത്. ഇവൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഈ തുടയിൽ വന്നിരിക്കൂ എന്ന്. ഓർമ്മയിലെ പാഞ്ചാലിയോട് കൗരവ സദസ്സിൽ വെച്ച് പണയം വെച്ച് ഭർത്താവ് കളിച്ചു. നല്ലതാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്ധമായിട്ട് ആരാധിക്കുവാൻ ഒരൊറ്റാളെ മഹാഭാരതത്തിലുള്ളൂ, അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ധർമ്മപുത്രർ ഭാര്യയെ പണയം വെച്ച് ചൂത് കളിച്ചത് ശരിയല്ല. അതുകൊണ്ട് ആ ഭാഗം ധർമ്മപുത്രരിൽ നമ്മൾ സ്വീകരിക്കരുത്. ഉന്നത ഗുണങ്ങളുള്ള വ്യക്തികൾ ചിലപ്പോൾ സമൂഹത്തിലുണ്ടാവും, ചിലപ്പോൾ അയാൾക്ക് ചില വീക്ക്നെസ്സുകൾ ഉണ്ടാവും. ആരും കാണാതെ ഒന്ന് മദ്യപിക്കേണ്ടി വരും. നമ്മൾ അതിനെ ഫോളോ ചെയ്യണ്ട. ചിലപ്പോൾ ചീട്ടുകളി എന്ന് പറയുന്ന, ഞങ്ങളുടെ തൊട്ടടുത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, അറിയപ്പെടുന്ന വിഷഗ്വരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് പണം മുഴുവൻ ചീട്ട് കളിക്കുക എന്നുള്ളതായിരുന്നു. ഒരുപാട് പൈസ ഉണ്ടാക്കി അവസാനം എല്ലാം ഒന്നിച്ചു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതുപോലെ യുധിഷ്ഠിരന്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് ആയിരുന്നു ചൂതുകളിയിൽ ഞാൻ ഗംഭീരനാണ്. ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് ചൂതുകളിയിൽ ഞാൻ എക്സ്പേർട്ട് അല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി എന്റെ അമ്മാവൻ കളി ശകുനി. അപ്പോൾ യുധിഷ്ഠിരന് പറയാമായിരുന്നു, എങ്കിൽ എനിക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ കളിക്കുമെന്ന്. ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ശകുനിയെ തോൽപ്പിക്കുവാൻ എനിക്ക് കഴിയുമെന്ന് പറയുന്ന ഓവർ കോൺഫിഡൻസ് ആയിരുന്നു യുധിഷ്ഠിരനുണ്ടായിരുന്നത്. ശകുനി കള്ളച്ചൂത് കളിച്ചിട്ടില്ല. ശകുനി എക്സ്പേർട്ട് ആയിരുന്നു യുധിഷ്ഠിരനേക്കാൾ. അതുകൊണ്ട് തോറ്റുപോയി. അനുജന്മാരെ പണയം വെച്ചു, ഒടുവിൽ ഭാര്യയെ പണം വെച്ചു. ഭാര്യയെ പണയം വെച്ച് ചൂത് കളിച്ചത് തെറ്റാണോ ശരിയാണോ? തെറ്റ് തന്നെയാണ്. ആര് ചെയ്താലും തെറ്റ് എന്ന് പറയുവാനുള്ള ആ പറയുന്ന ഔന്നത്യവും ഹിന്ദുക്കൾക്കുണ്ടാവണം. അല്ലാതെ എന്റെ കഥ മഹാഭാരതത്തിൽ ഒരാൾക്കും ഒരു തെറ്റും പറ്റിയിട്ടില്ല. അവൻ ഹിന്ദുവല്ല. ഹിന്ദു ആരായിരിക്കണം എന്ന് ചോദിച്ചപ്പോൾ യോഗവാസിഷ്ഠത്തിൽ വാൽമീകി മഹർഷി പറയുന്നു, യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാതപി. നിന്റെ യുക്തിക്ക് ചേരുന്നത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കൂ. അന്യത് യുക്തിരഹിതമായത് തൃണമിവത്യാജ്യം, പുല്ലുപോലെ വലിച്ചെറിയൂ. അപ്യുക്തം പത്മജന്മനാം, സാക്ഷാൽ ബ്രഹ്മാവ് വന്നിട്ട് ബുദ്ധിക്ക് ചേരാത്തത് പറഞ്ഞാൽ പുല്ലുപോലെ വലിച്ചെറിയണം എന്ന് പറഞ്ഞവനാണ് ഹിന്ദു. ആ ഭീമൻ പറയുന്നു, ചതഞ്ഞരഞ്ഞു പോയ തുടയിലേക്ക് ഇരിക്കുവാൻ
ഇവൻ പറഞ്ഞിരുന്നു. അതിനുശേഷം ഭീമൻ പറയുന്നൊരു വാക്കുണ്ട്, ആയുധം കൊണ്ടുള്ള മുറിവ് വേഗം ഉണങ്ങും, വാക്കുകൊണ്ടുള്ള മുറിവ് മരണം വരെ കൂടെ കാണും. ചിലപ്പോൾ അങ്ങനെ പലരും നമ്മളെ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും. മരിക്കുന്നത് വരെ നമുക്ക് ചിലപ്പോൾ അവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ നമ്മളും മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കണം, ഇങ്ങോട്ടും മുറിവേൽപ്പിക്കരുത്, അങ്ങോട്ടും മുറിവേൽപ്പിക്കരുത്. അതുകൊണ്ടാണ് വാക്കിനെ വാണി എന്ന് പറയുന്നു, വാണിയെ സരസ്വതി എന്ന് പറയുന്നു. വാണി മാതാവാരാണ്? സരസ്വതിയാണ്. അവിടെയാണ് ഭീമന്റെ ഈ ഒരു വാക്കുകളെ നാം മനസ്സിലാക്കുന്നത്. ഭഗവാൻ പറയുന്നു ഇവരെ ഇല്ലാതാക്കണം, ഭീമൻ അത് ചെയ്യുന്നു. നമുക്ക് ശന്തനുവിലേക്ക് തിരിച്ചു വന്നാൽ, ശന്തനു മഹാരാജാവിൻ്റെത് കണ്ടീഷണൽ ലഘുവായിരുന്നു, അത് പരാജയമായി. ശന്തനു മഹാരാജാവ് വീണ്ടും സത്യവതിയെ കണ്ട് മോഹിച്ചു. സുന്ദരിയായ സ്ത്രീകളോടെല്ലാം മോഹം തോന്നുക എന്ന് പറയുന്നത് ശന്തനു മഹാരാജാവിന്റെ ഒരു വീക്ക്നെസ് കൂടിയായിരുന്നു. അതുകൊണ്ട് ശന്തനു മഹാരാജാവിന് നമ്മൾ എവിടെയും അമ്പലം ഉണ്ടാക്കിയിട്ടില്ല, എവിടെയും നമ്മൾ അമ്പലം ഉണ്ടാക്കിയിട്ടില്ല. ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങേയറ്റം മാതൃകയായിരുന്നു മക്കളുടെ സ്നേഹത്തിൽ. എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് നയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദശരഥന് വേണ്ടിയും നമ്മൾ അമ്പലം ഉണ്ടാക്കിയിട്ടില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ശിഷ്യനുണ്ടായിരുന്നു, അതാണ് അർജുനൻ. ശ്രീരാമൻ ഒരു ശിഷ്യനുണ്ടായിരുന്നു, അതാണ് ഹനുമാൻ. അർജുനു വേണ്ടി 4-5 ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഹനുമാന് വേണ്ടി ലക്ഷക്കണക്കിന് അമ്പലങ്ങൾ ഹിന്ദുക്കൾ ഉണ്ടാക്കി. കാരണം അർജുനനോട് കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടും അർജുനന് ബോധ്യം വന്നില്ല. നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയണമെന്ന് ചോദിച്ചു. ഭഗവത്ഗീതയിൽ 11-ാമത്തെ അധ്യായം വിശ്വരൂപ ദർശന യോഗമാണ്. ഞാൻ ആരാണെന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. ആയിരക്കണക്കിന് കൈകളും കണ്ണുകളും കാലുകളും ഉള്ള ഭഗവാന്റെ വീരപ്പല്ലുകൾക്കിടയിൽപ്പെട്ട് താൻ തന്നെ ഞെരിഞ്ഞമരുന്നതെന്നും എന്താണ് സൃഷ്ടി സ്ഥിതി സംഹാരമെന്നും മനസ്സിലാക്കിയിട്ടും അർജുന്റെ സംശയം മാറിയില്ല. അങ്ങനെയാണെങ്കിൽ 11-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീത അവസാനിക്കണം ഇല്ലേ? 18 അധ്യായം വരെ ചോദിച്ചു മുന്നോട്ട് പോയി. ഒടുവിൽ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. താഴെ വെച്ച ഗാണ്ഡീവം കയ്യിലെടുത്തു. എന്നിട്ടും ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ഭഗവത്ഗീത അർജുനോട് മറന്നുപോയി. അതേതായിരുന്നു? അഭിമന്യു മരിച്ചപ്പോൾ അതിന്റെ കാരണക്കാരനായ ജയദ്രഥനെ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊന്നില്ല എങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിച്ചു കളയും എന്നായിരുന്നു ശപഥം. ഇത് കേട്ടപ്പോ ശ്രീകൃഷ്ണൻ പറയുന്നു, ആരോട് ചോദിച്ചിട്ടാ മോനെ നീ ഇത്ര വലിയ ശബ്ദമൊക്കെ എടുത്തത്? നീ അറിയോ, നിന്നെ സകല വിദ്യകളും പഠിപ്പിച്ച നിന്റെ ദ്രോണാചാര്യർ ഗുരുനാഥനാണ് അപ്പുറത്തുള്ളത്. പത്മവ്യൂഹം നിർമ്മിച്ചതിന്റെ ഉള്ളിൽ ജയദ്രഥനെ കൊണ്ടുപോയി നിർത്തിയാൽ ദേവേന്ദ്രൻ വിചാരിച്ചാലും കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം ഗുരുവിന്റെ കയ്യിൽ ഒരടവ് ബാക്കി ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ പറയില്ലേ. 18 അടവുണ്ടെങ്കിൽ 18 അടവും ഗുരുക്കൾ പഠിപ്പിക്കില്ല, ഒരടവ് അവിടെ സ്റ്റോക്ക് വെക്കും എന്നൊക്കെയാണ് നമ്മൾ കളരിയുടെ നാട്ടിൽ നിന്ന് പറയുക. ഇതുപോലെ പല അടവുകളും നിന്നെ പഠിപ്പിക്കാത്തായിട്ട് ഗുരുനാഥന്റെ കയ്യിലുണ്ടാവും. അങ്ങനെയുള്ള ഗുരുവും ദ്രോണരും അപ്പുറത്ത് കർണനും ഇരിക്കുന്ന സമയത്ത് നീ അവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ജയദ്രഥനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നീ ഇന്ന് ചാകുമെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഭഗവാൻ പറഞ്ഞത് കൃത്യമായിരുന്നു. 6 മണിക്ക് സൂര്യൻ അസ്തമിക്കണം. സമയം 5:50 ജയദ്രഥനെ കാണുന്നില്ല. ഭഗവാൻ തന്റെ യോഗശക്തിയാൽ സുദർശന ചക്രം കൊണ്ട് സൂര്യനെ മറച്ചു. സൂര്യൻ അസ്തമിച്ചു എന്ന് കരുതി ജയദ്രഥൻ തല പുറത്തേക്ക് വന്നു. ഭഗവാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അതാ അവൻ എയ്യു തല. കൃത്യമായിട്ട് അർജുനൻ തല ചെയ്തു. ജയദ്രഥൻ ഒരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആരുടെ കൈ കൊണ്ടാണോ നിന്റെ തല താഴെ വീഴുക അവിടെ തലയും പൊട്ടിത്തെറിച്ചു പോവും. ഇത് വരം കൊടുത്ത ആരാണ്? ഈ വരം കൊടുത്ത അവന്റെ അച്ഛനാണ് എന്ന് പറഞ്ഞു. എങ്കിൽ അമ്പ് എയ്തുകൊണ്ടേയിരിക്കും, നിർത്തരുത്, ആകാശത്തിൽ തന്നെ തല നിൽക്കട്ടെ എന്ന് പറഞ്ഞു. എയ്തു ഒരിടത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അർജുനൻ അമ്പെയ്ത്ത് നിർത്തിയപ്പോൾ തല താഴെ വീണു. അച്ഛൻ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് തപസ്യായിരുന്നു. അച്ഛന്റെ കയ്യിൽ പോയിട്ട് വീണു. അച്ഛൻ താഴേക്ക് തലയിട്ടു. അച്ഛന്റെ തലയും മകന്റെ തലയും താഴെ കിടന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? യുദ്ധത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഭാരതത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് യുദ്ധത്തിൽ നിന്നും ഒളിച്ചോടിയാൽ നമ്മൾ അംഗീകരിക്കുമോ? ഇല്ല. നിങ്ങളുടെ നാട്ടിലെ ഒരു പട്ടാളക്കാരൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്തു, 100 പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നു. നിങ്ങൾ എന്ത് ചെയ്യും? നാട്ടിൽ വന്നാൽ അതിഗംഭീരമായ സ്വീകരണം. ഇപ്പൊ കിട്ടിയ സ്വീകരണത്തിനേക്കാൾ 10 ഇരട്ടി വലിയ സ്വീകരണമായിരിക്കും. അവാർഡുകൾ, ചക്രങ്ങളെല്ലാം നമ്മൾ കൊടുക്കും. എന്താ ചെയ്തത്? 100 പേരെ കൊന്നിട്ട് വന്നതാ. നാട്ടിൽ ലീവിന് വന്നു, അയൽക്കാരനുമായിട്ടൊരു തർക്കം ഉണ്ടായി. അയൽക്കാരനെ കത്തിയെടുത്ത് കുത്തിക്കൊന്നു. നിങ്ങൾ ഈ സ്വീകരണമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമോ? കോടതി ചിലപ്പോൾ അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കും. അപ്പൊ 100 പേരെ കൊന്നു, ഒരാളെ കൊന്നു. ഒരാളെ കൊന്നപ്പോൾ തൂക്കുകയർ, 100 പേരെ കൊന്നപ്പോൾ അവാർഡ്. എന്താ കാരണം? കൊന്നതല്ല പ്രശ്നം, എന്തിനു വേണ്ടി കൊന്നു? മഹാഭാരതത്തിൽ ONV കുറുപ്പ് പറഞ്ഞിട്ടുണ്ട് 5 പേർക്ക് വേണ്ടി 100 പേരെ കൊന്നു എന്ന്. 5 പേർക്ക് വേണ്ടി 100 പേരെ കൊന്നതല്ല,
ധർമ്മത്തിന് വേണ്ടി അധർമ്മികളെ നിഗ്രഹിക്കുകയാണ് ചെയ്തത്. ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി അധർമ്മത്തെ നിഗ്രഹിച്ചു ഭഗവാൻ തന്നെ. അവിടെയാണ് ഭഗവാൻ ഉള്ളത് കൊണ്ട് അർജുനൻ രക്ഷപ്പെട്ടു. അവിടെയാണ് അർജുനു വേണ്ടി എല്ലാ ഭഗവത്ഗീത ഉണ്ടായത്. പിന്നെ ആർക്ക് വേണ്ടി? ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം. ഗീതാധ്യാനം പറയുന്നില്ലേ? അർജുനെ നിമിത്തമാക്കി ഭഗവാൻ നാരായണൻ സ്വയം പറഞ്ഞു. വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം. പുരാണമുനിയായ വ്യാസൻ അത് വിസ്തരിച്ചങ്ങോട്ട് എഴുതി. അല്ലാതെ പൊരിവെയിലത്ത് 700 ശ്ലോകമൊക്കെ ഭഗവാൻ പറഞ്ഞാണോ? അല്ല, ഭഗവാൻ കാതലായ കാര്യങ്ങൾ അർജുനനോട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച്, ഇന്നത്തെ ഹരിയാനയിലാണ്, അവിടെ വെച്ച് പറഞ്ഞു കൊടുത്തു. ഭഗവാൻ വേദവ്യാസൻ അത് നമുക്ക് വേണ്ടിയിട്ട് 18 അധ്യായങ്ങളിൽ 700 ശ്ലോകങ്ങളാക്കിയിട്ട് വിസ്തരിച്ചങ്ങോട്ട് എഴുതി. മധ്യേ മഹാഭാരതം, മഹാഭാരതത്തിന്റെ മധ്യത്തിൽ പ്രതിഷ്ഠിച്ചു. അദ്വൈതാമൃത വർഷിണി ഭഗവതി അഷ്ടാദശാധ്യായിനി. അദ്വൈതം, ഏകതയെക്കുറിച്ച് മാത്രം പറയുന്ന ആ ഭഗവത്ഗീതയെ അഷ്ടാദശാധ്യായിനി, അഷ്ടം ദശം സമം 18 അധ്യായത്തോടു കൂടിയവളെ എന്നാണ് ഭഗവത്ഗീതയെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഭഗവാൻ എങ്ങനെ അർജുനെ രക്ഷിച്ചു എന്നായിരുന്നുവെങ്കിൽ സത്യവതിയോട് തോന്നി പ്രണയം. സത്യവതിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് രാജാവ് നേരെ സത്യവതിയുടെ അച്ഛനെ കാണാൻ ചെന്നു. അതാണ് അതിന്റെ മര്യാദ. നമുക്ക് ഒരു കുട്ടിയോട് പ്രണയം തോന്നിയാൽ അവരുടെ സ്റ്റാറ്റസ് എല്ലാം മനസ്സിലാക്കിയിട്ട് അച്ഛനോടും അമ്മയോടും നേരിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങളുടെ ഉന്നതിയെ വർദ്ധിപ്പിക്കും. അങ്ങനെ ചെന്നു ചോദിച്ചപ്പോൾ ഈ മുക്കുവൻ പറയുകയാണ്, എനിക്ക് ചില കണ്ടീഷൻ ഉണ്ട്. ഒരു മഹാരാജ്യത്തിന്റെ ചക്രവർത്തിയോട് ആ രാജ്യത്തിലെ ഏറ്റവും നിസ്സാരനായ മീൻ പിടിച്ച് ജീവിക്കുന്ന ഒരു മുക്കുവൻ പറയുന്നു, എനിക്ക് രാജാവിനോട് ചില കാര്യങ്ങൾ പറയുവാനുള്ളത്. നമ്പർ 1, നിങ്ങൾക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ചു തരാം, പക്ഷേ ഇതിൽ ജനിക്കുന്ന കുട്ടിയെ രാജാവാക്കണം. എൻ്റെ മകളിൽ ജനിക്കുന്ന കുട്ടിയെ രാജാവാക്കുമെന്ന് അങ്ങ് ഉറപ്പ് പറഞ്ഞാൽ മാത്രമേ കല്യാണമുള്ളൂ. രാജാവ് പറഞ്ഞു, ഒരിക്കലും പറ്റില്ല, എനിക്ക് ആദ്യം ഒരു മോനുണ്ട്, ഗംഗാദത്തനാണ്, അവൻ ഗംഗയിൽ ജനിച്ച കുട്ടിയാണ്, അതുകൊണ്ട് ഈ കണ്ടീഷൻ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. ഒരു മഹാരാജ്യത്തിന്റെ ചക്രവർത്തിയോട് വിലപേശുവാൻ ഒരു മുക്കുവന് സ്വാതന്ത്ര്യമുള്ള മനഃശാസ്ത്രം ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ജീവിച്ചത്. ഉത്തര കൊറിയ എന്ന് പറയുന്ന രാജ്യമുണ്ട്, അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്. ആ അധ്യക്ഷൻ, ആ പ്രസിഡന്റ് ഒരു പെൺകുട്ടിയെ കണ്ട് മോഹിച്ചാൽ അന്ന് രാത്രി അദ്ദേഹത്തിന്റെ മുറിയിൽ ആ കുട്ടി എത്തിയിരിക്കണം. അവിടെ തെരഞ്ഞെടുപ്പില്ല, 21 ടൈപ്പിലെ മുടിവെട്ടാൻ പറ്റൂ. 22ാമത്തെ ടൈപ്പിൽ ആരെങ്കിലും മുടിവെട്ടിയാൽ പിന്നെ തലയെ ബാക്കി ഉണ്ടാവില്ല. അങ്ങനെയുള്ള രാജ്യം ഇപ്പോഴും ഈ 2024 നമ്മുടെ ഭൂമിയിലുണ്ട്. ജനാധിപത്യമില്ലാത്ത, പൗരസ്വാതന്ത്ര്യമില്ലാത്ത, അഭിപ്രായം പറയാൻ കഴിയാത്ത നാട് ഇപ്പോഴും പ്രബലമായിട്ട് നമ്മുടെ ലോകത്തുണ്ട്. അവിടെയാണ് മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നു, ശന്തനു മഹാരാജാവ് എന്ന ഹസ്തിനപുരിയിലെ ചക്രവർത്തിക്ക് ഒരു മുക്കുവ സ്ത്രീയോട് തോന്നിയ പ്രേമത്തിന്റെ പേരിൽ അവളുടെ അച്ഛൻ പറയുന്ന കണ്ടീഷൻ എനിക്ക് അംഗീകരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് രാജാവ് ദുഃഖിതനായി ജീവിക്കാൻ തുടങ്ങി. രാജാവിന്റെ ദുഃഖം കണ്ടപ്പോ മോൻ ചെന്നു മന്ത്രിയോട് ചോദിച്ചു, എന്താണ് അച്ഛൻ ഇങ്ങനെ ഒരു ദുഃഖം? അപ്പോൾ പറഞ്ഞു, അച്ഛൻ സത്യവതിയെ കണ്ട് മോഹിച്ചു പോയി, കഥകളെല്ലാം പറഞ്ഞു. അങ്ങനെ അച്ഛന് വേണ്ടി പെണ്ണ് ചോദിക്കാൻ മോൻ ചെല്ലുകയാണ്. മകനോട് ഇതേ കണ്ടീഷൻ വെക്കുകയാണ് മുക്കുവൻ. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും രാജാവാകില്ല, അതുകൊണ്ട് ധൈര്യപൂർവ്വം അങ്ങേക്ക് അങ്ങയുടെ മകളെ എൻ്റെ അച്ഛന് വിവാഹം കഴിച്ചു കൊടുക്കാം. അപ്പോൾ പറയുന്ന, ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്. അങ്ങ് കല്യാണം കഴിക്കില്ലേ, അപ്പൊ അതിൽ കുട്ടികൾ ജനിക്കില്ലേ, അപ്പൊ അങ്ങയ്ക്ക് രാജപദവി വേണ്ടെങ്കിലും അങ്ങയുടെ മക്കൾ രാജപദവി വേണമെന്ന് പറഞ്ഞുകൊണ്ട് കലഹിക്കും. അതുകൊണ്ട് അങ്ങ് കല്യാണം കഴിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഗംഗാദത്തൻ ഭീഷ്മമായ പ്രതിജ്ഞ എടുത്തു, ഇന്നു മുതൽ ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കും. അതോടുകൂടി അദ്ദേഹം ഭീഷ്മർ എന്നറിയപ്പെടാൻ തുടങ്ങി. അച്ഛന്റെ സുഖത്തിനു വേണ്ടി മകൻ സുഖത്തെ ത്യജിച്ചു. ഒരു ഭാഗത്ത് അച്ഛന്റെ വാക്കു പാലിക്കാൻ വേണ്ടി മകൻ 14 കൊല്ലം കാട്ടിലേക്ക് പോയി. രണ്ടും രണ്ടാ. അച്ഛനെ സുഖിക്കുവാൻ, അല്ലെങ്കിൽ അച്ഛന് ആഗ്രഹിച്ച സ്ത്രീയെ സ്വന്തമാക്കുവാൻ മകൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാകുന്നു. എത്ര വലിയ ശാസ്ത്ര പഠിക്കാനുള്ളത്. മറുഭാഗത്ത് രാമായണത്തിൽ അച്ഛൻ കൊടുത്ത വാക്കു പാലിക്കുവാൻ വേണ്ടി മകൻ 14 കൊല്ലം കാട്ടിലേക്ക് പോയി. ദശരഥൻ രാമനോട് പറയുന്നു, രാമ നീ എന്നെ പിടിച്ചു കെട്ടു മോനെ, എന്നിട്ട് ഈ കോസല സാമ്രാജ്യത്തെ നീ ഭരിക്കൂ. കാരണം നീയല്ല വാക്കു കൊടുത്തത്. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ കൊടുത്തുപോയ വാക്കാണ് കൈകേയിക്ക്. വാക്ക് മാറ്റി പറയുന്നത് നമ്മുടെ പാരമ്പര്യമല്ലല്ലോ മോനെ. നോക്കൂ, കൈകേയിക്ക് ദശരഥന് വാക്ക് കൊടുത്തപ്പോൾ ആരും സാക്ഷിയില്ല.
വാക്കിന് വിലയില്ലാതായപ്പോഴാണ് മുദ്ര പേപ്പർ വന്നത്. അപ്പോഴാണ് എഴുതുക, ഒപ്പിടുക, 2 സാക്ഷി, തമ്പ് പ്രിന്റ് അടക്കം അവിടെ വെക്കണം. എങ്കിൽ ദശരഥ മഹാരാജാവ് കൈകേയിക്ക് ഇഷ്ടവരം ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ സൂര്യൻ മാത്രമാണ് സാക്ഷി. അവിടെയാണ് വാക്ക് മാറില്ല. ദശരഥൻ പറയുന്നു, ഇക്ഷ്വാകു വംശം സൂര്യൻ പടിഞ്ഞാറുദിച്ചു തുടങ്ങിയാലും വാക്ക് മാറുന്നവരല്ല. അതുകൊണ്ടാണ് കൈകേയി പറഞ്ഞ ഈ തെറ്റായ വരം പോലും കൊടുക്കേണ്ടി വന്നത്. ഭാരതത്തിലെ രാജാക്കന്മാരുടെ, മനുഷ്യരുടെ വാക്കുകൾക്ക് എത്ര ആഴത്തിൽ വിലയുണ്ടായിരുന്നു. വാക്കു പറഞ്ഞാൽ അത് പാലിക്കുവാനുള്ള ബാധ്യത മരണത്തിന് തുല്യമാണ് എന്ന് വിശ്വസിച്ച ഒരു നാടാണ് നമ്മുടേത്. വാക്കുകളുടെ വില അത്ര ആഴത്തിലായിരുന്നു, അത്ര പരപ്പിലും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ശന്തനു മഹാരാജാവിന്റെ സുഖത്തിനു വേണ്ടി മകൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായി. അങ്ങനെ ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ കുട്ടികൾ ജനിച്ചു. ഈ മക്കൾ വലുതായപ്പോൾ വിവാഹപ്രായമായി. തൊട്ടടുത്ത രാജ്യത്തിലെ രാജാവിന് 3 പെൺമക്കളുണ്ട്, അംബ, അംബിക, അംബാലിക. 3 പേരെയും കല്യാണത്തിന് ഇവരെ വിളിക്കാത്തത് കൊണ്ട് ഭീഷ്മര് പോയിട്ട് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു. ഹീറോയിസമാണോ? സിനിമയിൽ കാണുമ്പോൾ ഹീറോയിസമാണ്. അത് നമ്മുടെ വീട്ടിലെ കുട്ടിയാണെങ്കിൽ നമുക്കത് ഹീറോയിസ് ആയിട്ട് തോന്നില്ല. നമ്മുടെ വീട്ടിലെ പെൺകുട്ടിയുടെ കല്യാണം തീരുമാനിച്ചു, കല്യാണ മണ്ഡപത്തിൽ വെച്ച് കുട്ടിയെ പിടിച്ചുകൊണ്ടു വന്നാൽ നമുക്ക് ഒരു കാരണവശാലും അത് ഹീറോയിസമായി തോന്നില്ല. അതുകൊണ്ടാണ് അംബ ശിഖണ്ഡിയായിട്ട് പുനർജനിച്ചു. അർജുനെ മുൻനിർത്തി ആയിരക്കണക്കിന് ബാണങ്ങൾ ശരീരത്തിലൂടെ അസ്ത്രങ്ങൾ കടത്തിവിട്ട് ആ ശരശയിൽ അദ്ദേഹത്തിന് കിടക്കേണ്ടി വന്നു. കർമ്മഫല സിദ്ധാന്തമാണ്. എത്ര മഹത്തരമായ കാര്യങ്ങളാണ് മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നാം ഓർക്കുക. അവിടുന്ന് അങ്ങോട്ട് ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന പക, നമ്മൾ ഗാന്ധാരിയെയും ധൃതരാഷ്ട്രയെയും എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരാൾക്ക് ജന്മനാ കണ്ണ് കാണില്ല, ഒരിക്കലും തെറ്റല്ലത്. ജനിക്കുമ്പോഴേ കണ്ണ് കാണാത്ത ഒരു തെറ്റാണോ? പക്ഷേ 2 കണ്ണുകളുണ്ട്, ഒന്ന് പുറം കണ്ണും ഒന്ന് അകക്കണ്ണും. എല്ലായ്പ്പോഴും തെളിഞ്ഞിരിക്കുന്നത്, എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടം പുറം കണ്ണല്ല, അകക്കണ്ണാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലെ 1-ാമത്തെ ശ്ലോകം ഇതാണ്: ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമക പാണ്ഡവശ്ചൈവ കിമ കുർവത സഞ്ജയ എന്ന് ചോദിക്കുന്നത് ഒരു കണ്ണുപൊട്ടനാണ്. 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയിലെ 1-ാമത്തെ ശ്ലോകം അകക്കണ്ണും പുറംകണ്ണും പൊട്ടിപ്പോയ ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്നു, സഞ്ജയ, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് എൻ്റെ മക്കളും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം എന്തൊക്കെയായി എന്ന് ചോദിക്കുമ്പോൾ സഞ്ജയന്റെ വിവരണമാണ് ഭഗവത്ഗീത. അങ്ങനെയെങ്കിൽ ഗാന്ധാരദേശത്തെ രാജകുമാരി ഗാന്ധാരിയോട് പറയുന്നു, നിനക്ക് ഹസ്തിനപുരിയിലെ രാജകുമാരനെ കല്യാണം കഴിക്കാം. പക്ഷെ ഈ രാജകുമാരനൊരു കുഴപ്പമുണ്ട്, കണ്ണ് കാണില്ല. ഈ സമയത്ത് ഭർത്താവിന്റെ കണ്ണായി മാറേണ്ടിയവളായിരുന്നു ഗാന്ധാരി എങ്കിൽ ഗാന്ധാരി കണ്ണ് മൂടി കെട്ടി. കണ്ണ് കാണാത്ത അച്ഛനും കാഴ്ചയെ നിഷേധിച്ച അമ്മയ്ക്കും ചേർന്ന് 100 ആൺമക്കളുണ്ടായി. പക്ഷെ ഒരാളെ പോലും അന്ത്യേഷ്ടി കർമ്മത്തിന് തിരിച്ചു കിട്ടിയില്ല. 100 മക്കൾക്ക് ജന്മം നൽകിയ ഗാന്ധാരിക്ക് അന്ത്യേഷ്ടി കർമ്മത്തിന് ഒരാളെ പോലും കിട്ടിയില്ല. 100 മക്കളും മരിച്ചതിന് ശേഷം കൃഷ്ണനോട് അങ്ങേയറ്റം ക്രോധാകുലയായിട്ട് ഗാന്ധാരി ചോദിക്കുന്ന രംഗം ഇതാണ്: കൃഷ്ണ, എന്തിന് നീ എന്റെ മക്കളെയെല്ലാം കൊല്ലിച്ചു? ശാപവും കൊടുക്കുന്നു ഭഗവാൻ. ഈ സമയത്ത് ഭഗവാൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ഗാന്ധാരി, നിന്റെ മക്കളെ കൊല്ലിച്ചത് ഞാനല്ല, നിന്റെ മക്കളെ കൊല്ലിച്ചത് നീ തന്നെയാണ്. തിരുത്തേണ്ടതിനെ തിരുത്തേണ്ട സമയത്ത് തിരുത്താതെ നീ ദുര്യോധനെയും ദുശാസനെയും വളർത്തി. ഭീമന് വിഷം കൊടുത്തുകൊണ്ട് പുഴയിൽ തള്ളിയപ്പോൾ നിന്നോട് പറഞ്ഞിരുന്നു ഇത് തെറ്റാണെന്ന്, നീ തിരുത്തിയില്ല. അച്ഛനില്ലാത്ത ആ മക്കളെയും അവരുടെ അമ്മയെയും അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലുമ്പോൾ പറഞ്ഞിരുന്നു ഇത് തെറ്റാണ് എന്ന്, നീ തിരുത്തിയില്ല. അങ്ങനെ ദുരാഗ്രഹികളും അത്യാഗ്രഹികളുമായിട്ട് നിന്റെ 100 മക്കളും വളർന്നു. ഭീമൻ എല്ലാവരെയും തല്ലിക്കൊന്നു. അവിടെയാണ് നീയാണതിന്റെ കാരണമെന്ന് ഭഗവാൻ ഗാന്ധാരിയെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ മഹാഭാരതത്തിൽ അതിമനോഹരമായ മറ്റൊരു രംഗമാണ്. ഭീമൻ എന്ന് പറയുന്ന കുന്തിയുടെ 3-ാമത്തെ മകൻ ഗാന്ധാരിയുടെ 100 മക്കളെ കൊന്നു, രാജ്യം മുഴുവൻ സ്വന്തമാക്കി. അങ്ങനെ സ്വന്തമാക്കിയതിന് ശേഷം മക്കൾ പറയുന്നു, അമ്മേ, എത്രമാത്രം നമ്മൾ കാട്ടിലും മേട്ടിലും അലഞ്ഞവരാണ്. ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ ജീവിതവും യൗവനവും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇനി അമ്മയൊന്ന് സുഖിക്കൂ, രാജമാതാവായിട്ട് അമ്മയൊന്ന് സുഖിക്കൂ എന്ന് പറഞ്ഞപ്പോൾ കുന്തിദേവി പറയുന്നു, ഇതാ 100 മക്കൾ മരിച്ചു പോയ ഈ അച്ഛൻ അമ്മയെ കണ്ടില്ലേ? ഞാൻ അവർക്കൊപ്പം വാനപ്രസ്ഥത്തിന് പോവുകയാണ്. യുധിഷ്ഠിരൻ പൊട്ടിപ്പൊട്ടിക്കരയുകയാണ്.
ഇതിനു വേണ്ടിയായിരുന്നോ ഞങ്ങൾ ഈ യുദ്ധം നടത്തിയിട്ട് ഇവരെല്ലാം കൊന്നിട്ട് രാജ്യത്തെ കരഗതമാക്കിയത്? അമ്മയില്ലാതെ ഞങ്ങൾക്ക് എന്തിനാണ് ഈ രാജ്യം എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കുകളെ ഒന്നും എടുക്കാതെ ഗാന്ധാരിക്കും ധൃതരാഷ്ട്രക്കൊപ്പം കാട്ടിലേക്ക് പോകുന്ന കുന്തി കാട്ടുതീയിൽപ്പെട്ട് 3 പേരും മരിച്ചു പോകുന്നു. ഇത്ര വലിയ ഉദാത്തമായ സങ്കല്പത്തെ നമുക്ക് മഹാഭാരതത്തിൽ അത് എവിടെ കാണാൻ കഴിയും? ഒരമ്മയുടെ 3ാമത്തെ മകൻ മറ്റൊരമ്മയുടെ 100 മക്കളെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ഈ 3ാമത്തെ മകന്റെ അമ്മ 100 മക്കളുടെ അമ്മയ്ക്കും അവരുടെ അച്ഛനുമൊപ്പം അവരെ സേവിക്കുവാൻ വേണ്ടി കാട്ടിൽ പോയിട്ട് കാട്ടുതീയിൽപ്പെട്ട് വെന്ത് വെണ്ണീറായി പോകുന്നെന്ന് പറഞ്ഞാൽ മാനുഷിക മൂല്യങ്ങളുടെ ആഴത്തിലുള്ള ബന്ധം എത്രയുണ്ട്! ഗാന്ധാരിയും കുന്തിയും തമ്മിൽ രക്തബന്ധം ഒന്നുമില്ല, ഒരു ബന്ധവുമില്ല. അപരിചിതരായ 2 രാജകുമാരിമാരാണ്. ഒന്ന് ഗാന്ധാരത്തിലേതാണ്, ഒന്ന് അവിടുന്ന് വളരെ അകലമാണ്. എന്നിട്ട് പോലും തന്റെ മകൻ കാരണമാണ് ഈ 100 മക്കളും നഷ്ടപ്പെട്ട ഈ വൃദ്ധമാതാപിതാക്കളെ സേവിക്കുവാൻ വേണ്ടിയിട്ട് സകല സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച ആ രാജമാതാവ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഉന്നതമായ മാനുഷിക മൂല്യത്തിൻ്റെതാണ് എന്നറിയണം. അവിടെയാണ് ഈ മഹാഭാരതത്തിൽ ഈ 2 മക്കളും വളരുന്നു. അവരെ യഥാകാലം വിദ്യ അഭ്യസിക്കുവാൻ വേണ്ടി ദ്രോണരെ കണ്ടെത്തുന്നു. ആ ദ്രോണാചാര്യർ മക്കളെ യഥാകാലം പഠിപ്പിക്കുന്നു. അവർ വളരുന്നു, അവരായുധധാരികളാകുന്നു, വിദ്യയെല്ലാം അഭ്യസിക്കുന്നു. എന്നാൽ അവർക്കിടയിൽ അന്തഃഛിദ്രങ്ങളും ഉണ്ടാകുന്നു. ഈ അന്തഃഛിദ്രങ്ങളുടെ കാര്യം അത്യാഗ്രഹമായിരുന്നു എന്നറിയണം. ഇവിടെയാണ് ഒരു ചോദ്യമുണ്ട്. ഇവരൊന്നും പാണ്ഡുവിന്റെ മക്കളല്ലല്ലോ, പിന്നെ പാണ്ഡുവിന്റെ രാജ്യം എങ്ങനെയാണ് ഇവർക്ക് കിട്ടുക? യമദേവന്റെ പുത്രനാണ് ധർമ്മപുത്രൻ, വായു ഭഗവാന്റെ പുത്രനാണ് ഭീമൻ, ദേവേന്ദ്രന്റെ പുത്രനാണ് അർജുനൻ, അശ്വിനി ദേവന്മാരുടെ പുത്രന്മാരാണ് നകുല സഹദേവന്മാർ. പിന്നെ എങ്ങനെയാണ് പാണ്ഡുവിന്റെ രാജ്യം കിട്ടുക? അവിടെയാണ് കല്യാണം കഴിച്ചു, അനേക വർഷം കഴിഞ്ഞു, നമുക്ക് മക്കളില്ല. നമ്മളൊരു അനാഥ മന്ദിരത്തിൽ പോയിട്ട് ഒരു കുട്ടിയെ ദത്തെടുത്തു. നമ്മുടെ സ്വത്തിന്റെ അവകാശം ആ കുട്ടിക്ക് ഉണ്ടാവുമോ? സ്വത്ത് ആദ്യം എഴുതി കൊടുക്കണം, എന്നാലേ കുട്ടിയെ കൊണ്ട് വിട്ടിട്ടുള്ളൂ. അതായത് അമ്മമാർ പലതരത്തിലാണ്. നിങ്ങൾ ജന്മം തന്നെ നൽകിയാൽ മാത്രമല്ല അമ്മയാകുന്നത്. നമ്മുടെ നാട്ടിലൊരു നിയമം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ പ്രസവിച്ചിട്ട് ആ അമ്മയ്ക്ക് കുട്ടിക്ക് കൊടുക്കുവാൻ മുലപ്പാലില്ല എങ്കിൽ ആ ഗ്രാമത്തിലെ 5 അമ്മമാർ അവരുടെ മുലപ്പാൽ ആർക്ക് കൊടുത്തിരിക്കണം? ഈ കുട്ടിക്ക് കൊടുത്തിരിക്കണം. മിനിമമാണ്. എങ്കിൽ ഈ കുട്ടി, ഈ കുഞ്ഞ് പാല് കുടിച്ച മുഴുവൻ ആ സ്ത്രീകളെയും അമ്മയായി കണ്ടുകരുതി നീ സങ്കല്പിച്ചു കൊള്ളണം. നിന്റെ അമ്മയ്ക്ക് നീ എത്രമാത്രം സ്നേഹവും ആദരവും കൊടുക്കുന്നുവോ അത്ര തന്നെ നീ മുല കുടിച്ചു വളർന്ന ഈ അമ്മയ്ക്കും കൊടുത്തിരിക്കണം എന്ന് പറയുന്ന നീതിശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മക്കൾ ഉണ്ടാകില്ല പാണ്ഡുവിന് എന്നത് ശാപം കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്താണ് വഴി? അപ്പോൾ പാണ്ഡുവിനോട് കുന്തി പറയുന്നു, ഇങ്ങനെ എനിക്കൊരു വരം കിട്ടിയിട്ടുണ്ട്, ഈ വരപ്രകാരം ഇഷ്ടപുരുഷനിൽ നിന്ന് ഗർഭത്തെ സ്വീകരിക്കാം. അപ്പോഴാണ് പാണ്ഡു 100% സമ്മതിക്കുന്നു. നമ്മുടെ വംശം അന്യം നിന്നു പോകരുത്, അതുകൊണ്ട് അതിശക്തരായ ദേവകന്മാരിൽ നിന്നും നീ ഗർഭത്തെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വരങ്ങൾ ഓരോന്നും പ്രാക്ടിക്കലായി മാറുന്നത്. അനേക വർഷം കഴിഞ്ഞു, കുട്ടികളില്ല. സ്ത്രീയുടെ ഗർഭപാത്രത്തിന് കുട്ടിയെ താങ്ങുവാനുള്ള ശേഷിയില്ല. പക്ഷേ അണ്ടത്തിനും ബീജത്തിനും ജീവനുണ്ട്. നമ്മളൊരു വാടക ഗർഭപാത്രം വാങ്ങി. അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്, വാടക ഗർഭപാത്രം. ഒരു പരിചയമില്ലാത്ത സ്ത്രീയുടെ വയറ്റിലേക്ക് പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും നിക്ഷേപിച്ചു. ഗർഭപാത്രം വാടകയ്ക്കെടുത്തു. 10 മാസം കുഞ്ഞിനെ വയറ്റിൽ ധരിച്ചു, പ്രസവിച്ചു. ആരാണ് അമ്മ? പ്രസവിച്ച സ്ത്രീയാണോ അണ്ടത്തിന്റെ ബീജത്തിന്റെ ഉടമസ്ഥരാണോ? പ്രസവിച്ച സ്ത്രീക്ക് വാടക കൊടുക്കുന്നതോടുകൂടി വാടക ഗർഭപാത്രത്തിന്റെ റോള് കഴിഞ്ഞു. അണ്ടത്തിന്റെ ബീജത്തിന്റെ ഉടമസ്ഥന്മാരെയാണ് അമ്മ, അച്ഛൻ എന്ന് വിളിക്കുന്നത്. ഈ കാലഘട്ടത്തിലുള്ളതാ. വാടക ഗർഭപാത്രങ്ങൾ ധാരാളം ഉണ്ട്. എത്രയോ ആശുപത്രികളിൽ അങ്ങനെ ഉണ്ട്. കാരണം ഗർഭപാത്രത്തിന് ശേഷിയില്ല കുഞ്ഞിനെ താങ്ങുവാനും പുറന്തള്ളുവാനും ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഡോക്ടേഴ്സ് ഇത്തരം സ്ത്രീകളെ വിളിക്കും. അവർക്ക് വാടക 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയൊക്കെയാണ്. എന്നിട്ട് പറയുന്നു, ഈ പുരുഷന്റെ ബീജവും ഈ സ്ത്രീയുടെ അണ്ടവും കൂടി നിങ്ങളുടെ ഗർഭപാത്രത്തിൽ 10 മാസം ഒന്ന് സൂക്ഷിക്കണം. അതിനൊരു വാടക പൈസ. നമ്മൾ 10 മാസം ഒരു ലോഡ്ജിലൊക്കെ താമസിക്കുമ്പോൾ പൈസ മേടിക്കാറില്ലേ? ഇതുപോലെ ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. ടെസ്റ്റ് ട്യൂബ് ശിശു ഈ കാലഘട്ടത്തിലുള്ളതല്ലേ? അവിടെയാണ് ഈ മഹാഭാരതത്തിൽ പാണ്ഡുവിന്റെ മക്കളല്ല എങ്കിൽ കൂടിയും പാണ്ഡുവിന്റെ രാജ്യത്തിന് അവകാശികളാണ് പാണ്ഡുവിന്റെ ഈ മക്കൾക്ക്. ബീജപരമായ ബന്ധമില്ലെങ്കിലും മക്കൾ തന്നെയാണ് പാണ്ഡുവിന്. ഇതെല്ലാം നമ്മെ ഒരുപാട് കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്, ഒരുപാട് സന്ദേശങ്ങളും നൽകുന്നു. എന്നാൽ യുധിഷ്ഠിരൻ പണയം വെച്ച് കളിച്ചത് ഹസ്തിനപുരി ആയിരുന്നില്ല.
ഇന്ദ്രപ്രസ്ഥമായിരുന്നു. ഗാണ്ഡവവനം ദഹിപ്പിക്കുമ്പോൾ മയനെ രക്ഷിക്കുവാൻ ശ്രീകൃഷ്ണനും അർജുനും കൂട്ടുനിന്നുകൊണ്ട് മയൻ അവർക്കൊരു സാമ്രാജ്യം ഉണ്ടായിക്കൊടുത്തു. അതാണ് ഇന്ദ്രപ്രസ്ഥം, ഇന്നത്തെ ഡൽഹി. എന്താ പറയുക, അതിമനോഹരമായ ഒരു സാമ്രാജ്യം. അവിടെ യുധിഷ്ഠിരൻ രാജസൂയയാഗം നടത്തി 4 ഭാഗത്തേക്കും തന്റെ അനുജന്മാരെ അയച്ചു. 4 ദിക്കുകളും വെട്ടിപ്പടിച്ച രാജ്യമാണ് ഇവർ പണയം വെച്ച് കളിച്ച് നശിപ്പിച്ച് കളഞ്ഞത് എന്നതൊരു സത്യം കൂടിയാണ്. ഇങ്ങനെ മഹാഭാരതത്തിന്റെ കഥ പറയുമ്പോൾ അതിലൂടെ 1000 തത്വങ്ങളെ നമ്മൾ പഠിക്കുമ്പോഴാണ് മഹാഭാരത യുദ്ധം അനിവാര്യമായി വരുന്നു. അനിവാര്യമായ യുദ്ധത്തെ ഒഴിവാക്കാൻ ആർക്കും സാധ്യമല്ല. ഇപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട്, ശ്രീകൃഷ്ണന്റെ മക്കളെല്ലാം ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ടാണ് തമ്മിലടിച്ച് മരിക്കുന്നത്. എന്തേ ഭഗവാൻ സ്വന്തം മക്കളെ രക്ഷിക്കാത്തത്? സ്വന്തം മക്കളെ രക്ഷിക്കാൻ പറ്റാത്ത ഭഗവാൻ എങ്ങനെ നമ്മളെ രക്ഷിക്കാൻ പറ്റും? അവിടെയാണ് ഭഗവാൻ വിചാരിച്ചാൽ മരണം ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ബ്രഹ്മാവിനും മരണമുണ്ട്. ഒരു കൽപ്പം കഴിഞ്ഞാൽ ബ്രഹ്മാവ് മരിക്കും. ഗീതയിൽ ഭഗവാൻ പറയും, ജാതസ്യ ധ്രുവോ മൃത്യുഹു, ജനിച്ചാൽ മരണം നിശ്ചയം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിശ്ചയമായി വരുന്നത്, അനിശ്ചിതത്വമുള്ളത് ഒരൊറ്റ കാര്യത്തിലാണ്, മരണം. നിശ്ചയമായും വരും. പക്ഷെ ഇതെപ്പോ വരും എന്നറിയില്ല. ലോകത്തിൽ 800 കോടി മനുഷ്യന്മാരുണ്ട്. എല്ലാവരും എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുന്നു. രാവിലെ 60,000 ആളുകൾ എഴുന്നേൽക്കുന്നില്ല. സൈലന്റ് അറ്റാക്ക്, മറ്റു രോഗങ്ങൾ കൊണ്ട് കിടക്കയിൽ മരിച്ചു പോകുന്നു. എങ്കിൽ നിങ്ങളും ഞാനും ഇന്ന് രാവിലെ എഴുന്നേറ്റു, നാളെ രാവിലെ എഴുന്നേൽക്കുമെന്നത് വിശ്വാസമാണ്. വിശ്വാസമില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ സാധ്യമല്ല. വിശ്വാസമൊന്നും മിത്തുകളല്ല, കെട്ടുകഥകളല്ല. മറിച്ച് നിങ്ങളും ഞാനും ഇന്നലെയും ഇന്നും എഴുന്നേറ്റു, നാളെ രാവിലെ എഴുന്നേൽക്കുമെന്നത് വിശ്വാസമാണ്. വിശ്വാസം, ശാസ്ത്രം, യുക്തി, ഇത് 3 നമുക്ക് ആവശ്യമാണ്. വിശ്വസിക്കുന്നു എൻ്റെ ഭഗവാനിൽ, അവിടെ ഉപാധികളൊന്നുമില്ല, അൺകണ്ടീഷനാണ്. ഗോശാല കൃഷ്ണനിലും ഭഗവാനിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ഭഗവാന് നമ്മൾ നൽകുന്നത് സമർപ്പണമാണ്. ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാത്താണ് സമർപ്പണം. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ സഹായം കൊടുക്കുന്ന നമ്മൾ മേലെയും സ്വീകരിക്കുന്നവൻ താഴെയുമാണ്. ഭഗവാന് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ പൈസ ഭണ്ഡാരത്തിലിട്ടിട്ട് ഭഗവാന്റെ കാൽക്കൽ വീട് നമസ്കരിക്കുക ചെയ്യുന്നത്. നമ്മൾ താഴെയാണ്, ഭഗവാൻ മേലെയാണ്. സേവനം ചെയ്യുമ്പോൾ സേവനം സ്വീകരിക്കുന്നവൻ മേലെയാണ്, സേവനം കൊടുക്കുന്നവൻ താഴെയാണ്. ഇതാണ് ഭാരതത്തിന്റെ ഭാവം. സഹസ്ര ശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. എന്റെ ഭഗവാൻ 1000 കൈയുണ്ട്, 1000 കണ്ണുണ്ട്, 1000 കാലുണ്ട്. ലോകത്തിലെ എല്ലാ കൈകളും ഭഗവാന്റെ കൈകളാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആരാണോ നിന്റെ മുന്നിലേക്ക് കൈനീട്ടുന്നത്, ആ കൈകളിൽ ഒരു ഭക്ഷണ പൊതി വെച്ചു കൊടുത്താൽ നീ ഭഗവാന്റെ കൈകളിലേക്കാണ് ആ ഭക്ഷണ പൊതി വെച്ചു കൊടുക്കുന്നത് എന്നതാണ് നമ്മുടെ ഭാവം. ഇങ്ങനെ ഒത്തിരി ഭാവങ്ങളിലൂടെ വരുമ്പോൾ ഭഗവത്ഗീതയെ കുറിച്ച് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മഹത്തായ മനഃശാസ്ത്രപരമായ സമീപനം കൈവരുത്തിയ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഒരു യോദ്ധാവ് കർമ്മക്ഷേത്രത്തിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കി. ഇത്രയേ സംഭവിച്ചിട്ടുള്ളൂ. പാണ്ഡവപക്ഷത്തിന്റെ വിജയപ്രതീക്ഷ 2 പേരിലാണ്. ഒന്ന് ഭീമൻ, ഒന്ന് അർജുനൻ. കൗരവപക്ഷത്തിന്റെ വിജയപ്രതീക്ഷ 3 പേരിലാണ്. കർണൻ, ഭീഷ്മർ, ദ്രോണാചാര്യർ. ആ പാണ്ഡവപക്ഷത്തിന്റെ വിജയപ്രതീക്ഷയായ അർജുനൻ തേരാളിയായിട്ട് കൂടെ കൂട്ടിയത് സാക്ഷാൽ ഭഗവാനെയാണ്. ഭഗവാൻ തേരുമായിട്ട് വന്നു. 18 അക്ഷൗണിപ്പടകൾ, 7 എണ്ണം പാണ്ഡവപക്ഷത്ത്, 11 എണ്ണം കൗരവപക്ഷത്ത്. ഇന്നത്തെ ഹരിയാനയിലെ 64 കിലോമീറ്റർ നീളവും വീതിയുമുള്ള കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 42 ലക്ഷത്തോളം മനുഷ്യന്മാരും ആനകളും കുതിരകളും തേരുകളുമെല്ലാം യുദ്ധത്തിന് മുഖാമുഖം നിൽക്കുമ്പോൾ ആ യുദ്ധത്തിൽ സത്യത്തിന്റെ ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന അർജുനന്റെ ഉള്ളിലുണ്ടായ ഒരാശങ്കയാണ് അർജുന വിഷാദയോഗം. അർജുനൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, നമുക്ക് യുദ്ധം ചെയ്യണം, ഇവന്മാരെ മുഴുവൻ നമുക്ക് നശിപ്പിക്കണം, എന്നിട്ട് യുദ്ധത്തിൽ വിജയക്കൊടി പാറിച്ചിട്ട് എൻ്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരനെ രാജാവാക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതുകൊണ്ട് യുദ്ധത്തിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ശംഖ് മുഴക്കിയതാരാ? ഭീഷ്മര. ഭീഷ്മർ ശംഖ് മുഴക്കിയ ഉടനെ പാഞ്ചജന്യം ഋഷികേശം ദേവദത്തം ധനം ചയ. ഭഗവാന്റെ ശംഖിന്റെ പേരാണ് പാഞ്ചജന്യം. പാഞ്ചജന്യം എന്ന ശംഖ് ഭഗവാൻ മുഴക്കിയപ്പോൾ ഉടനെ തന്നെ അർജുനൻ തന്റെ ശംഖായ ദേവദത്തം എടുത്തൊരൊറ്റ മുഴക്കല. ഭീഷ്മരോട് പറയാണ്, പിതാമഹ, നിങ്ങളെന്റെ പിതാമഹനൊക്കെ ഓക്കെ, പക്ഷേ എന്നോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നാൽ ഒരു യുദ്ധത്തിനല്ല 2 യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാ. ഇങ്ങനെയുള്ള അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ദുഷ്ടബുദ്ധിയായ ദുര്യോധനന്റെ വിജയം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വന്നവന്മാരെ എനിക്കൊന്ന് കാണണം. അതുകൊണ്ട് ഭഗവാനെ, സേനയോരുഭയോർ മധ്യേ, 2 സൈന്യത്തിന്റെയും മധ്യത്തിലായിട്ട് രഥം സ്ഥാപിക്കൂ അച്യുത എന്ന് പറഞ്ഞു. ഭഗവാൻ എപ്പോഴും ഒരു കള്ളച്ചിരിയുണ്ട്. നമ്മുടെയൊക്കെ റേഞ്ച് ഭഗവാൻ അറിയാം. ഇവൻ എത്ര വീരനാണ് എന്നൊന്ന് നോക്കാം എന്ന് കരുതിയിട്ട് ഭഗവാൻ തേര് തെളിച്ചു.
ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഈ ജില്ലയുടെ അത്ര വലിപ്പമുണ്ട് കുരുക്ഷേത്രം. എവിടെ വേണമെങ്കിലും ഭഗവാൻ കൊണ്ടുപോയിട്ട് തേര് നിർത്താം. 42 ലക്ഷം ആളുണ്ട്. ഇതിനു മുമ്പ് അർജുനൻ കാണാത്ത ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ ആരെ കണ്ടാലാണോ അർജുനന്റെ മനസ്സിളകുക, ആരെയാണോ അർജുനൻ ഒത്തിരി സ്നേഹിക്കുന്നത്, ഏതൊരു ഏകലവ്യന്റെ തള്ളവിരലാണോ അർജുനു വേണ്ടിയിട്ട് ദ്രോണാചാര്യർ വാങ്ങിയത്, ആ ഗുരുനാഥന്റെ പിതാമഹന്റെ 100 കസിൻ ബ്രദേഴ്സിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഈ രഥത്തെ അങ്ങോട്ട് നിർത്തി. എന്നിട്ട് ഭഗവാൻ പറയാ, നിന്റെ ശത്രുക്കളെ കണ്ടോ എന്നല്ല പറഞ്ഞത്. മനഃശാസ്ത്രപരമായ ഏറ്റവും വലിയ സമീപനമായിരുന്നു, നീ നിന്റെ ബന്ധുക്കളെ കണ്ടോ അർജുന എന്ന് ചോദിച്ചു. അപ്പോഴാണ് അർജുനൻ ഇങ്ങനെ നോക്കുന്നത്. എന്നിട്ട് പറയുക, ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ, ഞാൻ എൻ്റെ ബന്ധുജനങ്ങളെ കാണുന്നുവല്ലോ, അമ്മാവന്മാരെ, കസിൻ ബ്രദേഴ്സിനെ, എൻ്റെ ഗുരുനാഥനെ, എൻ്റെ മുത്തശ്ശനെ എല്ലാം ഞാൻ യുദ്ധഭൂമിയിൽ കാണുന്നു. അല്ല, ഇവരോടാണോ കൃഷ്ണ ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? ഭഗവാനൊന്നും പറഞ്ഞില്ല. ഒരു വാക്ക് അങ്ങനെയല്ലേ, ഭഗവാൻ നാവെടുത്തിട്ടില്ല. 1-ാമത്തെ അധ്യായത്തിൽ ഇവരോടാണോ ഞാൻ യുദ്ധം ചെയ്യേണ്ടത് ഭഗവാനെ? ഇവരെ കൊന്നിട്ട് രാജ്യമല്ല സ്വർഗം കിട്ടിയിട്ട് എന്താ കാര്യം? പിന്നീട് അർജുനന്റെ ന്യായീകരണങ്ങളുണ്ട്. പരീക്ഷയിൽ തോറ്റാൽ നമുക്ക് ചില ന്യായീകരണങ്ങളില്ലേ? ജീവിതത്തിൽ പല വിഷയങ്ങളും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പല ന്യായീകരണങ്ങളുള്ളേ? അങ്ങനെ കർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുമ്പോൾ നമ്മൾ എന്തൊക്കെ ന്യായം പറയുന്നു, ആ ന്യായമെല്ലാം അർജുനൻ പറഞ്ഞു. എന്നിട്ട് അർജുനൻ പറയുകയാണ്, സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. ആ ശ്ലോകം നിങ്ങൾക്കറിയാം. അവസാനം പറഞ്ഞു, ഗാണ്ഡീവം സംസ്ഥതേ ഹസ്താത്, എന്റെ കയ്യിൽ നിന്നു ഇതാ ഇപ്പൊ ഗാണ്ഡീവം താഴെ വീഴും. പാകിസ്ഥാൻ പട്ടാളക്കാരെ കണ്ടപ്പോ ഇന്ത്യയുടെ കമാൻഡർ ഇൻ ചീഫ് പറയാണ്, എന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ AK-47 താഴെ വീണു പോകും. എന്തായിരിക്കും രാജ്യത്തിന്റെ അവസ്ഥ? ഈ ധർമ്മപക്ഷത്തിന്റെ മുന്നണി പോരാളി തേരിന്റെ തട്ടിൽ കരഞ്ഞുകൊണ്ട് ഗാണ്ഡീവം താഴെ വെച്ച് ഒക്കെ അഴിച്ചു വെച്ച് പറഞ്ഞു, ഞാൻ ഇനി യുദ്ധത്തിനില്ല, എന്നെ കൊണ്ട് സാധ്യമല്ല, ഞാൻ സന്യസിക്കാൻ പോവുകയാണ്. ചിന്താവിഷ്ടയായ ശ്യാമള കണ്ടില്ലേ, അതില്ലേ ശ്രീനിവാസൻ സന്യസിക്കാൻ പോകുന്നു. ഈ സമയത്ത് ഒരു ആശ്രമത്തിലെത്തിയപ്പോൾ ശ്രീനിവാസനോട് പറയുന്നു, എന്തെങ്കിലും പണിയൊക്കെ എടുക്കും. അപ്പൊ ഇയാൾ പറയാണ്, പണിയെടുക്കുമായിരുന്നുവെങ്കിൽ ഞാൻ സന്യാസിയാകുമായിരുന്നോ? അപ്പൊ ഒരു പണി എടുക്കാത്തവരുള്ളതാണ് സന്യാസം എന്നൊക്കെയാണ് ഇയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാ പണിയും എടുക്കാൻ കഴിയുന്നവനും എല്ലാ ധീരതയുള്ളവരുള്ളതാണ് സന്യാസം. സർവസംഘ പരിത്യാഗമാണ്, എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിക്കലാണ് സന്യാസം. ഇതൊന്നും പെട്ടെന്ന് സാധ്യമായ കാര്യമൊന്നുമല്ല. അങ്ങനെ തേരിന്റെ തട്ടിൽ തളർന്നു കിടന്ന് ഞാൻ യുദ്ധത്തിൽ നിന്ന് പറഞ്ഞ് കണ്ണുനീരൊലിപ്പിക്കുന്ന അർജുനന് സാഖ്യയോഗത്തിലെ 2-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ നൽകുന്ന മനഃശാസ്ത്രപരമായ ഒരു സമീപനമുണ്ട്. ഒരു തല്ലും തലോടലും. തല്ല് തലോടൽ. ലാളനേത് 5 വർഷാണി, 5 വയസ്സ് വരെ കുട്ടികളെ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തണം. പിന്നെ 10 വർഷാണി ശിക്ഷയേ, 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ശിക്ഷണം നൽകി വളർത്തണം. ശേഷം സമഭാവന, ചുമലിൽ കൈയിട്ട് നടക്കണം. 15 വയസ്സിന് ശേഷം അമ്മയ്ക്ക് മോളുടെ ചുമലിൽ കൈയിട്ട് നടക്കണമെങ്കിൽ ഈ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു. ഇപ്പൊ പറയേണ്ട വിഷയമല്ല, സമയവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. തല്ലുക തലോടുക, ഇത് ഭഗവാൻ ചെയ്ത മനഃശാസ്ത്രപരമായ സമീപനമാണ്. അർജുനോട് ചോദിക്കുന്നു, കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം, എവിടുന്ന് കിട്ടിയടോ നിനക്ക് ഈ സ്വഭാവം? 42 ലക്ഷം ആളുകൾ പൊരിവെയിലത്ത് യുദ്ധത്തിന് തയ്യാറായിട്ട് ഫൈറ്റിന് തയ്യാറായി വരുമ്പോഴാണ് ഒരാൾ പറയുന്നു, അഹിംസയാണ് നല്ലത്, ഞാൻ സന്യസിക്കാൻ പോവുക. നിനക്ക് മുമ്പുള്ളതല്ലിത്. നീ മഹാദേവനോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. നീ നിന്റെ പിതാവായ ദേവേന്ദ്രന് വേണ്ടി ദേവേന്ദ്രനോട് ഫൈറ്റ് ചെയ്ത ആളാ. അങ്ങനെയുള്ള അതിവിദഗ്ധനാണ് നീ. അങ്ങനത്തെ നിനക്ക് ഈ സ്വഭാവം മുമ്പുള്ളതല്ല. എവിടുന്ന് കിട്ടി നിനക്ക് ഈ ഭാവം? എന്നിട്ട് ഒരു തലോടൽ. അനാരജുഷ്ടവസ്വർഗ്യം അകീർത്തികരം അർജുന, ഇത് ആര്യന് ചേരാത്താണ്, ശ്രേഷ്ഠന് ചേരില്ല. ഇതിന്റെ സ്വർഗപ്രാപ്തിക്ക് തടസ്സമാണ്. തീർന്നില്ല, നിനക്ക് അകീർത്തിയെ ഉണ്ടാക്കും. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വില്ലാളി വീരനായ നിനക്ക് അകീർത്തിയെ സമ്മാനിക്കുന്നതാണ് ഇതെന്ന് പറയുന്നു ഭഗവാൻ. തല്ലി തലോടി. അതിനുശേഷം ഭഗവാൻ അർജുനു കൊടുക്കുന്ന ഉപദേശമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്രപരമായ സമീപനം. ക്ലൈബ്യം മസ്മഗമ പാർത്ഥ നൈതത്തയ്യുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരം തപ. ക്ലൈബ്യത്തെ പ്രാപിക്കരുത് പാർത്ഥ. പാർത്ഥൻ പൃഥ്വിയുടെ പുത്രൻ, പൃഥ്വി കുന്തി. നിന്റെ അമ്മയെ വിചാരിച്ചെങ്കിലും നന്നാവടോ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പൃഥ്വി കുന്തിയുടെ പുത്ര, നീ ക്ലൈബ്യം, ആണിനും പെണ്ണിനും ചേരാത്തത്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലട്ടോ, അങ്ങനെയല്ല. നപുംസകത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ ഉദ്ദേശിച്ചത് നീ ആണിനും പെണ്ണിനും ചേരാത്ത മാനസിക ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു.
അർജുനന്റെ ശരീരം ഉരുക്ക് പോലെ ഉറച്ച പുരുഷ ശരീരമാണ്, വില്ലാളി വീരനാണ്. ശരീരത്തെ അല്ല ഉദ്ദേശിച്ചത്, നിന്റെ ഭാവം ആണിനും പെണ്ണിനും ചേരാത്താണ്. ഉത്തിഷ്ഠ, എഴുന്നേറ്റാലും ക്ഷുദ്രമാണ് ഹൃദയ ദൗർബല്യം. നിന്റെ ഇപ്പോഴത്തെ ആ വീക്ക്നെസ് ഉണ്ടല്ലോ, ഹൃദയത്തിന്റെ ആ വീക്ക്നെസ്, അത് നമ്മളെ മൊത്തം നശിപ്പിച്ചളയും. നിന്നെ മാത്രമല്ല, നിന്റെ ജ്യേഷ്ഠനെ, നിന്റെ അനുജന്മാരെ, നിന്റെ കുടുംബത്തെ, നിന്റെ ബന്ധുക്കളെ എല്ലാം നശിപ്പിക്കുന്നതാണ് നിനക്കിപ്പോൾ വന്നിരിക്കുന്ന ഈ ഹൃദയ ദൗർബല്യം. അതുപോലെ നീ ഒളിച്ചോടിയിട്ട് സന്യസിക്കാൻ പോയാൽ ആരും പറയില്ല അർജുനൻ വലിയ നല്ല മനസ്സായിരുന്നു എന്നും ആരും പറയില്ല. ഭീഷ്മരെയും കർണനെയും കണ്ടപ്പോൾ നീ ഓടി ഒളിച്ചു എന്നേ ലോകം പറയുള്ളൂ. അങ്ങനെ ഭഗവാൻ മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ അർജുനെ പരിവർത്തനം ചെയ്യുന്നു. അർജുനോട് പറയുന്നു, അശോച്ചാനന്ന ശോചത്വം പ്രജ്ഞാവാദാം ച ഭാഷസേ. ആരെ കുറിച്ചോർത്ത് ദുഃഖിക്കാൻ പാടില്ലയോ നീ അവരെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഒസാമ ബിൻ ലാദന് വേണ്ടി കവിതയുണ്ടായി. ലാദാ ബെല്ലാദാ ഭീരുയി യുഭാമയെന്ന് ഓർക്കുക എന്നൊക്കെ പറഞ്ഞൊരു മന്ത്രി തന്നെ കവിത എഴുതി. നോക്കൂ, ആലോചിച്ച് നോക്കൂ. ഒസാമ ബിൻ ലാദനെ കുറിച്ചോർത്ത് ദുഃഖിക്കുക, അദ്ദേഹത്തിന് വേണ്ടി കവിതകൾ എഴുതുക. ആരെ കുറിച്ചോർത്ത് ദുഃഖിക്കാൻ പാടില്ലയോ നീ അവരെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്നു. പ്രജ്ഞാവാദാം ച ഭാഷതേ, വലിയ പണ്ഡിതന്മാർ പറയുന്ന വാക്കുകളെയും നീ പറയുന്നു. അങ്ങനെ ഓരോന്നോരോന്ന് അർജുനെ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് അർജുനന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആത്മവീര്യത്തെ ഭഗവാൻ ഉണർത്തുന്നു. ആ ഉപദേശങ്ങൾ ഓരോന്നു തന്നെ അർജുനന്റെ ചെവിയിലൂടെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും ആഞ്ഞു തറയ്ക്കുന്നു. അങ്ങനെ മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവപക്ഷം വിജയിക്കുന്നു. ആ വിജയത്തിന് കാരണം ഭഗവാന്റെ സമീപനമായിരുന്നു. ഭഗവാൻ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും പാണ്ഡവർ വിജയിക്കുമായിരുന്നില്ല. എവിടെ എന്ത് തന്ത്രം പ്രയോഗിക്കേണ്ടതോ അതെല്ലാം ഭഗവാൻ പ്രയോഗിച്ചു. കർണൻ ഒരു വേലി കരുതി നടന്നു. ഇത് അർജുനെ കൊല്ലുവാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് കർണൻ ശപഥമെടുത്തിരുന്നു. ഈ വേൽ ഒഴിവാക്കണം, അതുകൊണ്ട് ഗഡോൽക്കജനെ കൊണ്ടുവന്നു. രണ്ടാം ഊഴത്തിൽ MD പറയുന്നുണ്ട്, വല്ലാത്ത ക്രൂരനാണ് ഈ കൃഷ്ണൻ. കാരണം ആദിവാസിയായ ഗഡോൽക്കജനെ കർണന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് ഗഡോൽക്കജന്റെ ഈ ആയുധത്തെ, കർണന്റെ ഈ ആയുധത്തെ പ്രയോഗിക്കേണ്ടി വന്നു കർണനെ ഗഡോൽക്കജന്റെ മേലെ. ഇത് ശരിയാണോ തെറ്റാണോ? അപ്പോൾ ഭഗവാൻ ഇതിന് കൊടുക്കുന്ന മറുപടി ഉണ്ട്. അർജുന് ഒരു യുദ്ധത്തിൽ ആ യുദ്ധത്തിന്റെ മേധാവിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഓരോ സൈനികനും മരണപ്പെടേണ്ടി വരും. കാരണം സൈന്യത്തിന്റെ തലവൻ വീണുപോയാൽ സൈന്യം ചിതറിപ്പോവും. അതുകൊണ്ടാണ് ഒരാണി ഇളകിയപ്പോൾ യുദ്ധം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞത്. ഒരാണി ഇളകിപ്പോയി, അതൊരു കുതിരയുടെ ലാടത്തിന്റെ ആണിയായിരുന്നു. ലാടത്തിന്റെ ആണി ഇളകിയപ്പോൾ കുതിരയുടെ കാല് ഒടിഞ്ഞുപോയി. കുതിരയുടെ കാലൊടിഞ്ഞപ്പോൾ കുതിരപ്പുറത്തുണ്ടായിരുന്ന സേനാനായകൻ താഴേക്ക് വീണുപോയി. സർവ്വസൈന്യാധിപൻ വീഴുന്നത് കണ്ടപ്പോൾ സൈന്യത്തിന്റെ മനസ് കെട്ടുപോയി, മനധൈര്യമില്ലാതായിപ്പോയി, സൈന്യം ചിതറിപ്പോയി. അങ്ങനെ യുദ്ധത്തിൽ സൈന്യം, രാജ്യം പരാജയപ്പെട്ടു പോയി. എന്തായിരുന്നു കാരണം? ആണി ഇളകിയതാ. അപ്പൊ ഇളകേണ്ട ആണി ഇളകിയാൽ എല്ലാം എന്തായി പോവും? ഇല്ലാതായി പോവും. അർജുനന്റെ ഉള്ളിലുണ്ടായ ഈ ലോലവികാരത്തെ ധർമ്മത്തിന്റെ പക്ഷത്തിന്റെയും സത്യത്തിന്റെ വിജയത്തിനും എതിരായി പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ ഭഗവാൻ അർജുനനെ കർമ്മനിപുണനാക്കി. ഒരൊറ്റ അർജുനനെ കർമ്മനിപുണനാക്കിയപ്പോൾ യുദ്ധത്തിൽ 5 പേർ വിജയിച്ചു. ലോകത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നത് ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ്, ക്രിയാത്മക ന്യൂനപക്ഷം. സനാതന ധർമ്മപാഠശാല ഈ കഴിഞ്ഞ മെയ് 1 മുതൽ നാളെ വരെ കേരളത്തിൽ ഒരു യജ്ഞത്തിലാണ്. മഹാഭാരത യജ്ഞം പോലെ മറ്റൊരു യജ്ഞം, മറ്റൊന്നുമല്ല, നമ്മുടെ മക്കളെ IAS IPS അതായത് സിവിൽ സർവീസിലേക്ക് കൊണ്ടുപോകണം. കണ്ണൂരിൽ തുടങ്ങിയ ക്യാമ്പ് ഇന്നലെ കോട്ടയത്തായിരുന്നു, നാളെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിലാണ് അവസാനിക്കുന്നത്. നമ്മുടെ ഹിന്ദു കുട്ടികൾക്ക് ആഗ്രഹമുണ്ട് ഒരു കലക്ടർ ആവണം. അതിനെന്താ ചെയ്യേണ്ടത്? കേവലം ഒരു ഡിഗ്രി മാത്രമേ വേണ്ടുള്ളൂ. 21 വയസ്സ് പൂർത്തിയാവണം. 32 വയസ്സ് വരെ പരീക്ഷ എഴുതാം. 6 പ്രാവശ്യം സിവിൽ സർവീസ് പരീക്ഷ എഴുതാം. IAS IPS IFS തുടങ്ങി 21 സിവിൽ സർവീസ് ഉണ്ട്. നമ്മൾ 5 വർഷം കൂടുമ്പോൾ ഡെമോക്രസിയെ മാറ്റും. എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും വാർഡ് മെമ്പറെയും നിങ്ങളും ഞാനും ഒന്നുകിൽ വീണ്ടും തെരഞ്ഞെടുക്കും, അല്ലെങ്കിൽ അവരെ മാറ്റും. നമുക്കിട്ട് പണി തന്നവർക്ക് തിരിച്ച് പണി കൊടുക്കുവാൻ 5 വർഷം കൂടുമ്പോൾ നമുക്ക് അവസരമുണ്ട്. പക്ഷെ ഡെമോക്രസിയെ മാറ്റുന്ന പോലെ നമുക്ക് ബ്യൂറോക്രസിയെ മാറ്റാൻ കഴിയില്ല. IAS പിരിഞ്ഞു പോവുക 55 വയസ്സാകുമ്പോഴാ, IPS പിരിഞ്ഞു പോവുക 55 വയസ്സാകുമ്പോഴാ.
അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ഒരു IAS കാരനെ പിടിച്ചപ്പോൾ 380 കോടി വീട്ടിന്റെ സ്റ്റോർ റൂമിലും അടുക്കളയിലും ഭാര്യ വീട്ടിലും എല്ലാം കൂടി കിടക്കുകയാണ്. അഴിമതിക്കാരും രാഷ്ട്രവിരുദ്ധരും IAS കാരും IPS കാരും ആകുമ്പോൾ അവർ ജീവിതത്തെയും രാഷ്ട്രത്തെയും കുളമാക്കുന്നു. അവിടെയാണ് നമ്മുടെ മക്കൾ ഉന്നത ധാർമ്മിക മൂല്യങ്ങളോടുകൂടി IAS കാരാവാം. അങ്ങനെയെങ്കിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ സിവിൽ സർവീസിലേക്ക് എത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. അത് നമ്മുടെ ഹൈന്ദവ പ്രസ്ഥാനം കൂടിയാണ്. സങ്കൽപ് IAS ഭാരത് എന്നാണ് അതിന്റെ പേര്. 986 ഡൽഹിയിൽ തുടങ്ങിയതാണ്. നമ്മൾ മലയാളികൾ ഇതൊക്കെ അറിയാൻ അല്പം ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങിയത് 2019 അതിന്റെ ഒരു ബ്രാഞ്ച് ഇപ്പോൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നു കണ്ണൂരിൽ. അതിനൊരു 3 ബ്രാഞ്ച് കൂടി നമുക്ക് എറണാകുളത്തും തിരുവനന്തപുരം അടക്കം തുടങ്ങണം. നമ്മുടെ കുട്ടികളെല്ലാം സിവിൽ സർവീസിലേക്ക് എനിക്ക് പോകാൻ കഴിയുന്ന മാനസിക ഭാവം ഉണ്ടാവണം. 8ാം ക്ലാസ് മുതലാണ് പരിശീലനം ആരംഭിക്കുക. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാം. അല്ലാത്ത കുട്ടികൾ ഓൺലൈനിലും ഓഫ്ലൈനിലുമാണ് പഠനം. അതിന് കുട്ടികളുടെ ക്യാമ്പ് വിളിച്ചു ചേർത്തു. കുട്ടികളോട് ചോദിച്ചപ്പോൾ പത്രം വായിക്കുന്ന കുട്ടികൾ എത്രയുണ്ട്? ഒരു 5ഓ 6ഓ കുട്ടികൾ കയ്യുയർത്ത് 100 പേരുണ്ടെങ്കിൽ ഞങ്ങളേ പത്രം വായിക്കാറുള്ളൂ. അപ്പോൾ 95 കുട്ടികളും പത്രം കണ്ടിട്ടുണ്ടോ? മുമ്പ് എപ്പോഴോ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുറേ പേജുകളൊക്കെയുള്ള കുറേ ചിത്രമൊക്കെയുള്ള അതിന്റെ പേരാണ് പത്രം. അപ്പൊ പത്രം വായിക്കുന്ന സ്വഭാവം നമ്മുടെ മക്കൾക്കില്ല. IAS കാരാവാൻ കഴിയില്ല. 100 കുട്ടികളുടെ സദസ്സിൽ വെച്ച് ഞങ്ങൾ കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഈ മൈക്ക് നൽകാം, 1 മിനിറ്റ് സമയം നിങ്ങൾ ഉച്ചത്തിൽ ഉറക്കെ നിങ്ങൾ ലോകത്തോട് സംസാരിക്കൂ. എന്റെ കേരളം, എന്റെ ഭാരതം, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം. അതിൽ വരുന്നത് 2ഓ 3ഓ കുട്ടികളാ. മൈക്കിലൂടെ സംസാരിക്കുമ്പോൾ, സദസ്സിനോട് സംസാരിക്കുമ്പോൾ അവർ ഉറച്ചു പോകുന്നു. അവർക്ക് IAS കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് തീർച്ചയായിട്ടും സിവിൽ സർവീസുകാരാകുവാൻ കഴിയണം. അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് നോക്കൂ. കൗമാരപ്രായത്തിലെ 90% കുട്ടികളും അമ്പലത്തിൽ വരാറേയില്ല. 13 കൗമാരം തുടങ്ങും, ഇത് അവസാനിക്കും 19. WN തുടങ്ങി WN അവസാനിക്കുന്നത്. അപ്പൊ ഇവർ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ വെച്ചൊരു കുട്ടി ചോദിച്ചു, ഈ സനാതന ധർമ്മം പഠിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? IAS സനാതന ധർമ്മം തമ്മിൽ ഇപ്പൊ എന്താ ഉള്ളത്? IAS കാരനാകുവാൻ നിങ്ങൾ രാമനെ കുറിച്ച് ആദ്യം പഠിക്കണം. എന്തേ കാരണം? എത്തിക്സ്, മൂല്യങ്ങളുണ്ട്. മൂല്യങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കില്ല. ഒരാളെ ചവിട്ടിപ്പോയി നമ്മൾ അറിയാതെ തൊട്ട് നെറ്റിയിൽ വെക്കുന്ന ചടങ്ങ് ഇവിടെ ഉണ്ടോ? ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇത് 5000 കൊല്ലം മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന്റെ തേര് തെളിക്കുന്നതിന് മുമ്പ് ഭഗവാൻ ചെയ്ത കാര്യമാണ്. ഇത് നമ്മുടെ പാഠപുസ്തകത്തിലൂടെ കിട്ടുന്ന കാര്യമല്ല. വീട്ടിൽ ഒരാൾ കയറി വരുന്നു, എങ്ങനെയാണ് നമ്മുടെ കുട്ടി അയാളെ അഭിസംബോധന ചെയ്യുക? 8 കുട്ടികൾ ഒരു ബസ് കയറി. അതിൽ 7 കുട്ടികളും തല അങ്ങോട്ട് താഴ്ത്തി ഉടനെ തന്നെ ഇങ്ങനെ മാന്താൻ തുടങ്ങി മൊബൈൽ. അവർ ലോകത്ത് നടക്കുന്ന ഒന്നും അവരറിയുന്നില്ല. 8 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ, ഒരമ്മ അവിടത്തേക്ക് കയറി വന്നു. ഈ 7 കുട്ടികളും ആ സ്ത്രീയെ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ 8ാമത്തെ കുട്ടി എഴുന്നേറ്റ് തന്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞെങ്കിൽ ആ കുട്ടിയിൽ ഒരു മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കണം. തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പകൽ സമയത്ത് പ്രകാശിക്കുന്ന കണ്ടു, സ്വിച്ച് ഒന്ന് ഓഫാക്കി. ഒരു മൂല്യമുണ്ട്. ഒരു പഴത്തൊലി റോട്ടിൽ കണ്ടു, ബൈക്ക് കയറിയാൽ തെന്നി വീഴും, ആള് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. പഴത്തൊലി എടുത്ത് ദൂരെ മാറ്റിയിട്ടു. ഒരു മൂല്യമുണ്ട്. പബ്ലിക് ടാപ്പിൽ നിന്ന് വെള്ളം ഒഴുകുകയായിരുന്നു, അതൊന്ന് പൂട്ടിക്കൊടുത്തു. ആ കുട്ടിക്ക് ഒരു മൂല്യമുണ്ട്. ഇത് കെമിസ്ട്രിയിലും ഫിസിക്സിലും പഠിക്കാനില്ല അമ്മമാരെ. ഇതാണ് മൂല്യങ്ങൾ. ഇത് രാമനിൽ നിന്ന് പഠിക്കാനുണ്ട്. IASഉം IPSഉം കിട്ടണമെങ്കിൽ ഒന്നാമത് മൂല്യം വേണം. ഇത് രണ്ടിനെയും ക്ലബ് ചെയ്യണം. 2500-ൽ പരം കുട്ടികളാണ് ഈ കഴിഞ്ഞ 13 ജില്ലയിലെ പരിപാടിയിൽ പങ്കെടുത്തത്. നാളെ ഇടുക്കി ജില്ലയുടേത് തൊടുപുഴയിൽ നടക്കുകയാണ്. അതോടുകൂടി 14 ജില്ലയിൽ ഏകദേശം ഒരു 3000-നടുത്ത് കുട്ടികളുമായിട്ട് സംവദിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കിടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാമായണം വായിക്കേണ്ട പ്രായം എത്രയാണ്? 60 വയസ്സാണെന്ന് കുട്ടി തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ യുവതി യുവാക്കൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു രാമായണം വായിച്ചു തുടങ്ങേണ്ടത് 60 വയസ്സ് കഴിഞ്ഞിട്ടാണ് എന്ന്. അവിടെയാണ് 4ാമത്തെ വയസ്സ് മുതൽ മുസ്ലിം കുട്ടി രാവിലെ 1.5 മണിക്കൂർ സമയം മതം പഠിക്കുമ്പോൾ, ക്രിസ്ത്യൻ കുട്ടി എല്ലാ സൺഡേകളിലും 2.5 മണിക്കൂർ മതം പഠിക്കുമ്പോൾ, നമുക്ക് നമ്മുടെ മക്കൾക്കിടയിലേക്ക് ഈ ആശയത്തെ എത്തിക്കുമ്പോൾ 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദു എന്നതിന്റെ ചരിത്രത്തെ ഈ ഒരു വർത്തമാനകാലത്തെ ആ കണക്കിനെ നമുക്ക് മാറ്റണം. ആത്മഹത്യ ഒരിക്കലും ഭാരതത്തിൽ ആരും ചെയ്തിട്ടില്ല. ആത്മാഹുതി ചെയ്തിട്ടുണ്ട്. ലക്ഷ്യത്തിന് വേണ്ടി ജീവിതത്തെ ഉപേക്ഷിച്ചു. ആത്മാഹുതിയാണ് അഭിമന്യു ചെയ്തത്. പത്മവ്യൂഹത്തിന്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന വിദ്യ അഭിമന്യുവിന് അറിയില്ലായിരുന്നു. സുഭദ്രയുടെ വയറ്റിൽ കിടന്നിട്ട് ഭഗവാൻ പറഞ്ഞത് മുഴുവൻ ആരും കേട്ടിട്ടില്ല. ഭഗവാന് മുഴുവൻ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ 16 വയസ്സുകാരനായ അഭിമന്യു തന്റെ വലിയച്ഛൻ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട് രാജപദവിയും ഞങ്ങൾ തോൽക്കുമെന്നറിഞ്ഞപ്പോൾ മുഴുവൻ വിദ്യ പഠിക്കാഞ്ഞിട്ടും അവിടെ കയറി തകർത്തടിച്ചു. തിരിച്ചു വരുമ്പോൾ കർണനും ദുശാസനും ജയദ്രഥനും ദുര്യോധനും ചേർന്ന് പിറകിൽ നിന്നും വെട്ടിക്കൊന്നുകളഞ്ഞു.
അവിടെയാണ് അഭിമന്യുവിനെ പോലെയുള്ള മക്കളെ വാർത്തെടുക്കുവാൻ മഹാഭാരതം 1,20,000 ശ്ലോകം 18 പർവം നമുക്ക് നൽകുന്ന സന്ദേശം. ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും, ധർമ്മത്തെ നശിപ്പിക്കുന്നവരെ ധർമ്മം നശിപ്പിക്കും. ധർമ്മത്തിന്റെ പക്ഷത്ത് 5 പേരും അധർമ്മത്തിന്റെ പക്ഷത്ത് 100 പേരും ഉണ്ടായിരുന്നു. എന്നിട്ടും ആത്യന്തികമായ പരീക്ഷണങ്ങൾക്കും ആത്യന്തികമായ കഷ്ടപ്പാടുകൾക്കൊടുവിൽ സത്യവും ധർമ്മവും വിജയിച്ചു. അതാണ് മഹാഭാരതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. എന്തായാലും ഇത്ര മഹത്തായ ബൃഹത്തായ ഇങ്ങനെ ഒരു സത്രം അനേക ദിവസങ്ങളിലൂടെ മഹത്തായ യജ്ഞത്തോടുകൂടി ഇവിടെ നടക്കുമ്പോൾ നമ്മളെല്ലാവരും മഹാഭാരതത്തെ അറിയണം, രാമായണത്തെ അറിയണം, ഭഗവത്ഗീതയെ അറിയണം, നമ്മുടെ സ്വധർമ്മത്തെ അറിയണം. പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒത്തിരി ആചാര്യന്മാർ സമ്പുഷ്ടമാക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. അനേകം പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ്. യൂട്യൂബിൽ കയറിയാൽ അനേകം കാര്യങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നതോടൊപ്പം തന്നെ ഈ മഹത്തായ സന്നിധിയിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തുവാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കണ്ടു കരുതിക്കൊണ്ട് എല്ലാവർക്കും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ഭഗവാൻ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ഓം നമോ ഭഗവതേ നാരായണായ. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.